ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. സ്തുതിക്കുന്നു വാഴ്ത്തുന്ന കർത്താവേ, വാഗ്ദത്തങ്ങൾ വിശ്വസ്തനും വാക്കുമാറാത്തവനുമായി ഞങ്ങളുടെ സ്വർഗ്ഗിതാൻ ദൈവമേ, ഹല്ലേലൂയ. ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിനായി ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അങ്ങയുടെ ദാസിയിലൂടെ കർത്താവേ ജീവൻ്റെ വചനം ഞങ്ങളെ കേൾക്കുവാൻ അവിടുന്ന് സഹായിച്ചതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. കേൾക്കുന്ന വചനം ഹല്ലേലൂയ, അത് ഹല്ലേലൂയ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ കർത്താവേ ഹല്ലേലൂയ ഞങ്ങളെ ഓരോരുത്തരുടെ ഹൃദയങ്ങളെ അവിടുന്ന് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്ന് കേട്ട വചനം വിളിച്ച വിളിയുടെ അമ്മൻ വിളിക്ക് യോഗ്യമാവണ്ണം ഹല്ലേലൂയ ആ സുവിശേഷത്തെ അറിയിപ്പാൻ കർത്താവേ ഞങ്ങളുടെ ഉള്ളിൽ ആ ജാഗ്രതയെ തരണം കർത്താവേ. ആത്മഭാരത്താൽ ഞങ്ങളെ നിറയ്ക്കണം കർത്താവേ ഹല്ലേലൂയ. സമയം വൃഥാവാക്കി കളയാതെ കർത്താവേ ഹല്ലേലൂയ ഒരാത്മാവിനെങ്കിലും നേടുവാൻ കർത്താവേ ഹല്ലേലൂയ. ഈ അന്ധകാരത്തിൽ നിന്ന് ലോകത്തിൽ നിന്നൊക്കെയും ജനങ്ങളെ വിടുവിക്കപ്പെടുവാൻ കർത്താവേ പരിശുദ്ധ ആത്മാവിൻ്റെ അഭിഷേകത്താൽ ഞങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഈ തുടർന്നുള്ള മീറ്റിങ്ങുകളെ ഹല്ലേലൂയ അങ്ങയുടെ കരങ്ങളിലോട്ട് ഏൽപ്പിക്കുന്ന കർത്താവേ, സകലവും അങ്ങയുടെ നാമമഹത്വത്തിനായി തീരുവാൻ കർത്താവേ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന മീറ്റിങ്ങിൻ്റെ അനുഗ്രഹത്തിനായിട്ട് ഏൽപ്പിക്കുന്ന കർത്താവേ, ദൈവദാസി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം കൂടെ ഇരിക്കണം കർത്താവേ. അപ്പോൾ അഭിഷേകത്താൽ നിറയ്ക്കണം കർത്താവേ. അത് ഞങ്ങളുടെ ജീവിതത്തിൽ വിടുതലായി തീരുവാൻ, ശക്തിപ്പെടുത്തുവാൻ, ബലപ്പെടുത്തുവാൻ കർത്താവേ അങ്ങ് അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലോട്ട് ഏൽപ്പിക്കുന്ന കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം കൂടെ ഇരിക്കുന്ന കർത്താവേ ഹല്ലേലൂയ. അങ്ങ് ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. വീണ്ടും ഹല്ലേലൂയ അങ്ങയുടെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ അപ്പാ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. എല്ലാം ജീവൻ വെച്ച് യേശുവിൻ്റെ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്ന കൃപയോട് കേട്ട് ഉത്തരമരുൾമാണമേ. ആമേൻ. Thank you, Gemini Andy. Next, it's time to lift your voices in worship to serve our Lord and Savior Jesus Christ. So I request Lydia and team to lead us in worship. Let's all stand in our feet for the worship. It's time to give all our praise, all our honor to our Redeemer. Is worthy of all praise and honor, is the Lord of Lords, King of Kings. Let's all worship Him together. We're going to just sing a couple of songs here. We're going to start with How Great Is Our God and follow up with The Worthy Is the Lamb. So I request all of you to please join us in worship.
let's all sing this song which says, God, Days of Elijah, which declares that God is leaving and is going to come soon. Let's all clap our hands and worship the Lord. Declaring the word of the Lord. And these are the days of your servant Moses, righteousness being restored. And though these are days of great trials, of famine and darkness and sword, still we are the voice in the desert crying, prepare ye the way of the Lord. Behold, he comes, riding on the clouds, shining like the sun. At the trumpet call, lift your voice. It's the year of Jubilee, and out of Zion still salvation comes. Behold, he comes, riding on the clouds, shining like the sun. At the trumpet call, lift your voice. It's the year of Jubilee, and out of Zion still salvation comes. And these are the days of Ezekiel, the dry bones becoming as flesh. And these are the days of your servant David, rebuilding a temple of praise. And these are the days of the harvest, the wheels are as white in the world, and we are the laborers in your vineyard, declaring the word of the Lord. Behold, he comes, riding on the clouds, shining like the sun. At the trumpet call, lift your voice. It's the year of Jubilee, and out of Zion still salvation comes. Behold, he comes, riding on the clouds, shining like the sun. At the trumpet call, lift your voice. It's the year of Jubilee, and out of Zion still salvation comes. And these are the days of Elijah, declaring the word of the Lord. And these are the days of your servant Moses, righteousness being restored. And though these are days of great trials, of famine and darkness and sword, still we are the voice in the desert crying, prepare ye the way of the Lord. Behold, he comes, riding on the clouds, shining like the sun. At the trumpet call, lift your voice. It's the year of Jubilee, and out of Zion still salvation comes. Behold, he comes, riding on the clouds, shining like the sun. At the trumpet call, lift your voice. It's the year of Jubilee, and out of Zion still salvation comes. Behold, he comes, riding on the clouds, shining like the sun. At the trumpet call, lift your voice. It's the year of Jubilee, and out of Zion still salvation comes. Lift your voice. It's the year
worship. Let's all lift our hands and give Lord all praise and honor for His presence. Hallelujah. Next, we're going to go to a group discussion, which is conducted by Sister Lena Sam. So I would like to welcome to do the group discussion. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ലീന എന്നാണ്. ഇവിടെ ഇരിക്കുന്ന മുക്കാലും പേർക്ക് എന്നെ അറിയാം. എനിക്ക് തോന്നുന്നു ഞാനൊരു 8-9 ഇയേഴ്സ് മുമ്പ് ഇവിടെ പിള്ളേരുടെ VBSനോടുള്ള ബന്ധത്തിൽ വന്നിട്ടുണ്ട്. അതിനുശേഷം പിന്നെയും ഇപ്രകാരം കടന്നു വരുവാൻ ദൈവം ഒരുക്കി തന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇപ്രകാരം എന്നെ ഇവിടെ ക്ഷണിച്ച പ്രിയ മനോജ് പാസ്റ്ററിനോടും കുടുംബത്തോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ സഭയിലായിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോടും എൻ്റെ നന്ദി സ്നേഹം അറിയിക്കുന്നു. ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറഞ്ഞു, ബട്ട് ടുഡേ വി ആർ ഗോയിങ് ടു ഡു എ ഗ്രൂപ്പ് റിഫ്ലെക്ഷൻ. സോ ഡിസ്കഷൻ ഓഫ് കോഴ്സ് നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്. റിഫ്ലെക്ഷൻ, വി ആർ കം ടു നവംബർ. പിന്നെ ഡിസംബറൊക്കെ ആകുമ്പം എല്ലാവരും റെസൊല്യൂഷൻ എടുക്കാൻ തുടങ്ങും, സെൽഫ് റിഫ്ലെക്ഷൻ ആകും. ഇന്ന് രാവിലെ പ്രിയ സിസ്റ്ററിൽ നിന്നും കേട്ടതുപോലെ നമുക്ക് ഉള്ള റിഡംഷനെ ഒന്ന് റിഫ്ലെക്റ്റ് ചെയ്ത് what can we give back to the Redeemer? So we are receiving everything from Him, but what are we going to give back to Him? So that is our reflection. എന്നോട് പറഞ്ഞത് ഇവിടെ യൂത്ത് ഉണ്ടെന്നാണ്, but I'm looking at the new youth. So we are also going to do an activity alongside. Sister, a paper ഒന്ന് കൊടുക്കും എല്ലാവർക്കും. So everyone will receive a paper, and if you have a pen, പ്ലീസ് യൂസ് എ പെൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ബൈബിളിലെ ഒരു ക്യാരക്ടറാണ്. സോ വി ആർ ഗോയിങ് ടു ആക്ച്വലി ലുക്ക് അറ്റ് ദ ക്വാളിറ്റീസ് ഇൻ ദ ലൈഫ് ഓഫ് ദാറ്റ് ക്യാരക്ടർ ആൻഡ് റിഫ്ലെക്റ്റ് അവർ ലൈഫ് ടു ഹിസ് ക്വാളിറ്റീസ് ആൻഡ് ടേക്ക് സം റെസൊല്യൂഷൻസ് എസ് വെൽ. അതാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ആസ് യു റിസീവ് പേപ്പർ, ഐ എം ഗോയിങ് ടു ഗിവ് ഫ്യൂ ഇൻട്രഡക്ഷൻസ് ആസ് ടു ഹൂ ദിസ് ക്യാരക്ടർ ഇസ്. ഞാൻ പിള്ളേരുണ്ടോയെന്ന് ഓർത്ത് ക്വിസൊക്കെ ചെയ്യണമെന്ന് ഓർത്തു, പക്ഷേ ഇത് എല്ലാവർക്കും നല്ല ഈ ക്യാരക്ടറിനെ കുറിച്ച് നല്ല അറിവുള്ള ആൾക്കാരാണെന്നറിയാം. സോ ദർ ഈസ് വൺ ക്വസ്റ്റ്യൻ ഐ വുഡ് ആസ്ക്, ആൻഡ് പ്ലീസ് ടെൽ മീ ഓർ ഷൗട്ട് ദ നെയിം ഓഫ് ദ ക്യാരക്ടർ. ദിസ് ക്യാരക്ടർ പ്രേയ്ഡ് ഫോർ റെയിൻ ആൻഡ് തണ്ടർ ഇൻ ആൻ അൺടൈം ആൻഡ് ഗോഡ് ആൻസേർഡ് ഹിസ് പ്രെയർ. ഈ വ്യക്തി മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, and God answered his prayer. Eliyav, there are 2 characters in the Bible who did the same thing. മറ്റേ ക്യാരക്ടർ ആരാന്നറിയാവോ? പ്ലീസ് ആരും ഗൂഗിളും ChatGPT നോക്കല്ലേ. It is a time of reflection. There are 2 characters. There is one more character who did the same thing, but most often we forget his name. Most often we don't know that person. And the meaning of his name is an answered prayer. അതാണ് ആ വ്യക്തിയുടെ പേരിൻ്റെ മീനിങ്, an answered prayer. It is Samuel. Okay? It is Samuel. So today we are going to think few things from the life of Samuel and reflect that in our lives. എല്ലാവർക്കും പേപ്പർ കിട്ടിയോ? Yes. So now we'll go to that. So today's discussion is only from 1 Samuel. ആ 1 സാമുവലിൻ്റെ അകത്തുനിന്ന് ചില ചാപ്റ്റേഴ്സിൽ നിന്നുള്ള സാമുവലിൻ്റെ ക്യാരക്ടറാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് വി ആർ ഗോയിങ് ടു റിഫ്ലെക്റ്റ്. ഐ എം ഗോയിങ് ടു റിഫ്ലെക്റ്റ് എസ് വെൽ. സോ നമ്മൾ ഒരുമിച്ചാണ് ഇന്ന് ഡിസ്കസ് ചെയ്ത് റിഫ്ലെക്റ്റ് ചെയ്ത്, ആൻഡ് ഇഫ് വി നീഡ് ടു ടേക്ക് സം റെസൊല്യൂഷൻസ് വി ആർ ഗോയിങ് ടു ഡു ദാറ്റ് എസ് വെൽ. So since we all know the story of Samuel, I'm not going to go in detail as to who Samuel is and what happened. But in chapter 2 verse 18, it says, Samuel served the Lord as a boy. അപ്പം ചെറുകാലം മുതൽ സാമുവൽ ദൈവത്തെ സേവിച്ചു വന്ന ഒരു വ്യക്തിയാണെന്ന് നമുക്കറിയാം. We know that his mom took him to the temple of God as soon as he was weaned. പക്ഷേ ആരാണ് ഈ ദൈവത്തെക്കുറിച്ച് സാമുവൽ ബാലനോട് പറഞ്ഞു കൊടുത്തത്? So here we know probably it was Hannah.
Hannah, who continuously told him, മോനെ നീ ഉണ്ടായ കഥ നിനക്കറിയാമോ? Do you know why I named you Samuel? We as parents, we need to start telling stories to our children. Tell them how loud they are. Why did we name them? Why നമ്മൾ എന്തിനാണ് കുഞ്ഞിന്, ഇപ്പം എൻ്റെ പിള്ളേരുടെ പേര് ഫെയ്ത്ത് സെറീൻ. Why did we name them Faith and Serene? The more they come to know how important they are to us, how important they are to God, they will start serving God. നമ്മൾ എപ്പോഴും അവരെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇരുന്നാൽ they will think, why should I serve the God? എൻ്റെ മമ്മിയും ഡാഡിയും സെർവ് ചെയ്യുന്ന ഗോഡിനെ why should I do it? Because they are not like exhibiting love. They are not exhibiting the kind of positive attitude. So why should I go after that their God? ആ ഒരു ചിന്ത വരും. പക്ഷേ ഇതിൻ്റെ അകത്ത് സാമുവേലിനെ പറയുന്നത് he served the Lord as a boy. This is given in chapter 2 verse 18. There was devotion and strong foundation from a young age. So ഇന്നത്തെ ആക്ടിവിറ്റി പിള്ളേർ കൂടെ ചേർത്തുള്ള ആക്ടിവിറ്റി ആയിരുന്നു. Would you please write down one verse from the Bible which is your favorite verse, and it is going to be your personal promise for next year. എല്ലാവരും ബൈബിളിൽ നിന്ന് ഏതെങ്കിലും ഒരു വാക്യം എഴുതുക. So this is your first activity. So each point will have an activity. ഒരു വാക്യം, take 30 seconds. ഇഷ്ടം പോലെ വാക്യം നമ്മൾ ചെറുപ്പത്തിൽ നിന്ന് തൊട്ട് പഠിച്ചിട്ടുണ്ട്. But there would be certain verses which will comfort us, which will give us the driving force. നമ്മുടെ എല്ലാ സീസൺസിലും ഒരു ഡ്രൈവിംഗ് ഫോഴ്സായിട്ട് ചില വാക്യങ്ങളുണ്ട്. My favorite is, the Lord is my shepherd, I shall not be in want. But everyone will have a verse. So write one verse which will be your personal promise for next year. As you write that verse, I'm going to go to the next one. 2 verse 21. രണ്ടാമത്തെ point, he grew up in the presence of the Lord. Samuel വളർന്നു വന്നത്, it was in the presence of the Lord. We know what situation he was in. You know, the temple he was in, it didn't have the presence of God because Eli did not follow Lord, and his sons, they didn't follow God as well. So Samuel വളർന്നു വന്ന സിറ്റുവേഷനിൽ he didn't have a role model. ബട്ട് ദെൻ കൊച്ചിലെ നാളിൽ തൊട്ട് അമ്മ പറഞ്ഞു കൊടുത്തതായിരിക്കാം ആ ദൈവഭയവും ദൈവഭക്തിയും ശമൂവേലിൻ്റെ ഉള്ളിലുള്ളതുകൊണ്ട് തൻ്റെ സാഹചര്യങ്ങൾ തങ്ങളെ മാറ്റിയില്ല. സോ വി നീഡ് ടു പ്രേ ഓവർ ആ ചിൽഡ്രൻ. ഇന്ന് രാവിലെ പറഞ്ഞ വി നീഡ് ടു റിഡീം അവർ യങ്ങർ ജനറേഷൻ വേർ എവർ ദേ ആർ. നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന വാക്യങ്ങൾ, അവർ സൺഡേ സ്കൂളിൽ കേൾക്കുന്ന വാക്യങ്ങൾ, ദേ ഷുഡ് ബൈൻഡ് ദെം ഇൻ വേർ എവർ ദേ ആർ. ഇവിടെ പറയുന്നത് പ്രസൻസ് ഓഫ് ലോഡ്. നമ്മളുടെ ജീവിതത്തിൽ ഒരു കൺസിസ്റ്റൻസി വേണം. നമ്മൾ ചെറുപ്പത്തിൽ നമ്മളെപ്പോഴും പറയാറുണ്ട്, 10 വർഷം മുമ്പേ ഞാൻ അഭിഷേകം പ്രാപിച്ചപ്പം 2 മണിക്കൂർ ഇരുന്ന് പ്രാർത്ഥിക്കും. ബട്ട് വാട്ട് ഹാപ്പൻ ടു യു ടുഡേ? വേർ ഡിഡ് ദാറ്റ് കൺസിസ്റ്റൻസി ഗോ? സോ നമ്മുടെ ജീവിതത്തിൽ ചില വിഷയങ്ങളുടെ കൺസിസ്റ്റൻസി ഇല്ല. So your second activity is just write one area of your life where you want to be more consistent. അത് നിങ്ങളുടെ പ്രെയർ ലൈഫ് ആയിരിക്കാം, ബൈബിൾ വായനയായിരിക്കാം, അല്ലെ മറ്റുള്ളവരോട് സംസാരിക്കുന്നതായിരിക്കാം. ഏതോ ഒരു കാര്യത്തിൽ നിങ്ങൾക്കൊരു കുറവുണ്ടെന്ന് തോന്നുവാണ്, ഒരു കൺസിസ്റ്റൻസി കൊണ്ടുവരുവാണ്. റൈറ്റ് വൺ ഏരിയ വേർ you want God to bring consistency into that. And there is also one thing where you can write to remove from your life. അതായത് നമ്മുടെ ജീവിതത്തിൽ ഇപ്പം എനിക്ക് കൂടുതൽ പ്രാർത്ഥിക്കണം, പക്ഷേ കൂടുതൽ പ്രാർത്ഥിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുള്ളപ്പോൾ തന്നെ ഞാൻ കൂടുതൽ സമയം മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുവാണെങ്കിൽ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. ഞാൻ ദൈവസന്നിധിയിൽ ദൈവമേ എനിക്ക് കൂടുതൽ പ്രാർത്ഥിക്കാൻ കൃപ തരണമെന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ ജീവിതത്തിൽ നിന്ന് എടുത്ത് കളയാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യമുണ്ട്. ടു പ്രേ യു നീഡ് ടൈം. സോ നമ്മൾക്ക് ടൈം സ്പെൻഡ് ചെയ്ത് ടൈം എടുത്ത് നമ്മുടെ ടൈം കില്ല് ചെയ്യുന്ന എന്തെങ്കിലും ഫാക്ടർ ഉണ്ടെങ്കിൽ വി നീഡ് ടു ഫൈൻഡ് വാട്ട് ഇറ്റ് ഈസ്. സോ റൈറ്റ് ദാറ്റ് alongside to say, I want to remove this from my life, so I will find more time to bring this habit which is consistent. Okay, so adana third point. Samuel grew taller and grew in favor with the Lord and with people, and that is given in chapter 2. This is all from 1 Samuel chapter 2 verse 26. Samuel grew taller and he grew in favor with the Lord and with people. ഇതിൻ്റെ അകത്ത് ഗ്രൂ ടോളർ എന്ന് പറയുമ്പം ഓബ്വിയസ്ലി ഹി ഹാഡ് എ ഫിസിക്കൽ ഗ്രോത്ത്. സോ ഫ്രം എ യങ് ബോയ് ഹീ ഈസ് നൗ ഗ്രോയിങ് അപ്പ്. ബട്ട് ഇറ്റ് സേസ് ഹി ഓൾസോ ഗ്രൂ ഇൻ ഫേവർ വിത്ത് ദ ലോഡ്. ആ ദൈവത്തോടുള്ള ആ റിലേഷൻഷിപ്പ് ഒരിക്കലും കുറഞ്ഞില്ല. ആൻഡ് ദെൻ ഇറ്റ് സേസ് ആൻഡ് ഓൾസോ വിത്ത് ദ പീപ്പിൾ. സാമുവൽ സ്റ്റാർട്ടഡ് സീയിങ് പീപ്പിൾ സ്റ്റാർട്ടഡ് കമ്മിങ് ഇൻ ടു ഹിസ് ലൈഫ്. അപ്പോൾ സാമുവൽ നോക്കുമ്പം 3 കാര്യങ്ങൾ നടക്കുന്നു. ഹീ ഈസ് ലൈക്ക് ഗ്രോയിങ് ഫിസിക്കലി, ഹീ ഈസ് ഓൾസോ
growing spiritually, like he is finding favor with God. Third thing is he is becoming socially active. സോ നമ്മുടെ ജീവിതത്തിലെല്ലാം ഇത് നടക്കുന്ന സമയമാണ്. പക്ഷേ വി നീഡ് ടു ഫൈൻഡ് ദ ബാലൻസ് ബിറ്റ്വീൻ ഡിഫെൻഡിങ് അവർ ഫെയ്ത്ത് ആൻഡ് കോംപ്രമൈസിങ് അവർ വാല്യൂസ്. നമ്മൾ കൂടുതലും പുറത്ത് സോഷ്യലൈസ് ചെയ്യുമ്പം വാട്ട് ആർ വി ഡൂയിങ്? ആർ വി ആക്ച്വലി ഫൈൻഡിങ് ദ ബാലൻസ് ടു ഡിഫെൻഡ് അവർ ഫെയ്ത്ത് ഓർ ആർ വി കോംപ്രമൈസിങ് ദ ട്രൂത്ത്? So here I will want you to write one thing which is making you anxious in testifying God in your workplace, when you meet with people, or when you are in a social place. ഇപ്പോൾ സ്ട്രീറ്റ് ഇവാഞ്ചലിസത്തിനൊക്കെ പോകുമ്പം നമ്മളെല്ലാം ഇവിടെ നിന്ന് പറയും, പക്ഷെ നമ്മളെല്ലാം ഇപ്പോൾ പാസ്റ്റർ പറയാ ഒരു 2 മണിക്കൂർ സ്ട്രീറ്റ് ഇവാഞ്ചലിസം, എത്ര പേര് അവിടെ മുന്നിൽ നിന്ന് യേശു നിന്നെ സ്നേഹിക്കുന്നു എന്ന് വിളിച്ച് പറയാൻ പറ്റും? സോ ദാറ്റ് ഇസ് വെയർ യു ഹാവ് ടു സീ ഹൗ സ്പിരിച്വലി am I matured? എനിക്ക് വെളിയിൽ നിന്ന് കർത്താവിനെക്കുറിച്ച് 2 വാക്ക് പറയാനുള്ള ധൈര്യമുണ്ടോ? അതില്ല എങ്കിൽ യു നീഡ് ടു റൈറ്റ് വാട്ട് നീഡ് ടു ഹാപ്പൻ ഇൻ യുവർ ലൈഫ് for you to have that confidence. That is your third thing. And now the fourth point, it's in chapter 3 verses 1. It says, Samuel served Eli. Samuel served Eli. Okay. ഇതിൻ്റെ അകത്ത് ഏലി പുരോഹിതനെ സാമുവൽ സെർവ് ചെയ്യുന്നത് പറയുമ്പം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്. ടെൻ്റ് എല്ലാം ക്ലീനാക്കി, ആ ലാമ്പ് അണഞ്ഞു പോകുന്നതിന് മുമ്പ് എല്ലാം വൃത്തിയാണോ എന്ന് നോക്കിയിട്ട് ലാസ്റ്റ് പോയി കിടന്നുറങ്ങുക. ഫസ്റ്റ് തിങ്, ആസ് സൂൺ ആസ് ഹി ഗെറ്റ്സ് അപ്പ് ഹി ഓപ്പൺസ് ദ ഡോർസ് ഓഫ് ദ ടാബർനാക്കിൾ. കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് ഈ സാമുവൽ ചെയ്യുന്നത്. ബട്ട് ഹി വാസ് ഫെയ്ത്ത്ഫുൾ ഇൻ വാട്ട് ഹി വാസ് ഡൂയിങ്. ഒരിക്കലും സാമുവൽ ഓർത്തില്ല ഈ ഏലി പുരോഹിതൻ്റെ പിള്ളേർ ഇത്രയും മോശമായിട്ട് പോയിക്കൊണ്ടിരിക്കുക, എന്നാൽ പിന്നെ ഈ മക്കളുടെ പൊസിഷൻ എനിക്ക് തരത്തില്ലേ? ഹി നെവർ ക്വസ്റ്റ്യൻഡ് എലൈ. ഹി നെവർ വെന്റ് ആൻഡ് ക്വസ്റ്റ്യൻഡ് എലൈ സെയിങ്, പാസ്റ്ററുടെ ജീവിതം ശരിയല്ലല്ലോ, പാസ്റ്ററുടെ പിള്ളേരുടെ ജീവിതം ശരിയല്ലല്ലോ, പാസ്റ്ററാണോ ഞങ്ങളെ പഠിപ്പിക്കാൻ വരുന്നത്? ഹി നെവർ ഡിഡ് ദാറ്റ്. ഹി വാസ് ഫെയ്ത്ത്ഫുൾ ഇൻ വാട്ട് ഗോഡ് ഗേവ് ഹിം. He never questioned Eli. He never questioned the behavior of his children. He was very faithful. Even in the smallest of things, he was faithful in front of God. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ളത്, please write one thing of how you can be of service or how you can serve church in the next year. ഒരു ചെറിയ കാര്യം, കസറ പിറക്കിയിടുന്നതായിരിക്കാം, എന്തു ആയിക്കോട്ടെ, ഒരു ചെറിയ കാര്യം where you can be of useful to the church. Just write one point. The next one is in chapter 3 verses 10. ഇതിനകത്ത് സാമുവൽ പറയുന്നത്, സ്പീക്ക് ലോർഡ്, യുവർ സെർവൻറ്റ് ഇസ് ലിസണിങ്. സാമുവൽ പറഞ്ഞ ഒരു കാര്യമാണ്, കർത്താവ് നീ അരുളി ചെയ്, ഞാൻ കേൾക്കുന്നു. പക്ഷെ നമ്മൾ ഈ സാമുവലിൻ്റെ ബുക്ക് വായിക്കുമ്പോൾ നമുക്കറിയാം ആ സമയത്ത് ദൈവം ആരോട് സംസാരിക്കാത്ത ഒരു സമയമായിരുന്നു. വിഷൻസ് വെർ വെരി റെയർ and the message from God was very rare. So he grew up in a time he doesn't even know like how God is going to speak to somebody. Nobody told him that. He didn't hear from Eli, and God never spoke to Hannah directly, so she didn't probably know as well. പക്ഷേ ഇതിൻ്റെ അകത്തെല്ലാം സാമുവൽ ഒരു കാര്യം ചെയ്യുന്നത്, എലൈ പറഞ്ഞോടനെ he was so obedient. He was so obedient in that reverence for God, and he went and said, speak God, I am ready to do anything. ഇപ്പം ഇന്ന് രാവിലെ പ്രിയ സിസ്റ്റർ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴും പറഞ്ഞു, 3 പ്രാവശ്യം ദൈവം ഇടപെട്ട് ഇവിടെ വന്നു. സംടൈംസ് ഗോഡ് വാണ്ട് us to obey. ഇറ്റ് മൈറ്റ് ബി ബിയോണ്ട് അവർ ലോജിക്. ചിലപ്പം ഇവിടെ ഇരിക്കുന്ന ചിലരോടെങ്കിലും ദൈവം മേ ബി 1 വർഷം അല്ലെ 1 വർഷത്തിൽ കൂടുതലായിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ യു ആർ നോട്ട് റിയലൈസിങ് ഇറ്റ്. യു ഡെഫിനറ്റ്ലി നോ ഗോഡ് ഇസ് സ്പീക്കിംഗ് ടു യു, ഗോഡ് വോണ്ട് യു ടു ടേക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ്. പക്ഷേ പലപ്പോഴും നമ്മൾ നമ്മുടെ വീട്ടിലെ ആൾക്കാരെ നോക്കും, ഓ ഹസ്ബൻഡ് എന്ത് പറയും, പിള്ളേർ എന്ത് പറയും, വൈഫ് എന്ത് പറയും, ഇത് മാത്രം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ബട്ട് ഹിയർ ഗോഡ് വോണ്ട് യു ടു ഒബേ. ഇറ്റ് മൈറ്റ് ബി കംപ്ലീറ്റ്ലി ബിയോണ്ട് യുവർ കംഫർട്ട് സോൺ, ഇറ്റ് മൈറ്റ് ബി കംപ്ലീറ്റ്ലി ബിയോണ്ട് യുവർ കപ്പാസിറ്റി. പക്ഷേ ദൈവം ഒരു കാര്യം ചെയ്യാൻ പറയുമ്പോൾ യു ഹാവ് ടു ഡു ഇറ്റ്. ഇതിൻ്റെ അകത്ത് സോ യുവർ ആക്ടിവിറ്റി ഫോർ ദിസ് particular verses, write one thing that God is telling you to obey or an area you need to obey. നമുക്കെല്ലാവർക്കും അറിയാം ഞാൻ ഏത് ഏരിയയിലാണ് ദൈവം പറയുന്ന കാര്യം ഞാൻ എങ്ങനെ ഒബേ ചെയ്യണമെന്ന്. Sometimes there is that strong calling in you, that strong purpose in you. You are not able to tell another person, but you know that this is God who is speaking to me. And sometimes you have to just obey his voice. ആ ദൈവത്തിന് we surrender ourselves. And if it is like stop feeling guilty or stop feeling hurt all the time, എന്തുവാണോ ദൈവം പറയുന്നത്, ചില കാര്യങ്ങൾ വിട്ടുകളയാൻ ദൈവം പറയുവാണെങ്കിൽ അത് വിട്ടുകളയുക.
ചില കാര്യം ദൈവം പറയും, യു ഡോണ്ട് ഹാവ് ടു ഹോൾഡ് ഓൺ ടു ദാറ്റ് ഹേർട്ട്, ദാറ്റ് ഈസ് യുവർ പാസ്റ്റ് ലൈഫ്, ലീവ് ഇറ്റ്, ഒബേ ഗോഡ്സ് വേർഡ്. പിശാച് പിന്നെയും വന്ന് പറഞ്ഞുകൊണ്ടിരിക്കും, നോ, ദൈവം അത് വിട്ടിട്ടില്ല, യു സ്റ്റിൽ, ഹീ വിൽ ട്രൈ ടു ടേക്ക് യു ഇൻ ടു ദാറ്റ് ഗിൽട്ട്. പക്ഷെ അന്നേരം പറയണം, ദൈവം എന്നോട് ഇത് വിട്ട് കളയാൻ പറഞ്ഞാൽ ഞാൻ വിട്ട് കളയുന്നു. സോ യു ജസ്റ്റ് ട്രൈ ടു ലെറ്റ് ഗോ ഓഫ് സംതിങ്, ഈവൻ ദാറ്റ് ഈസ് എ വേ ഓഫ് ഒബേയിങ് ഗോഡ്. The next one I want to say is chapter 3 verses 19. Everything Samuel said proved to be reliable. ദൈവത്തെ അനുസരിക്കാൻ തുടങ്ങിയപ്പം സാമുവേൽ പറയുന്നതെല്ലാം ദൈവം അത് ശരിയാക്കി കൊടുത്തു. ചിലപ്പം നമ്മളായാലും ദൈവനാമത്തിൽ എന്തെങ്കിലും പറഞ്ഞിട്ട് നമ്മളത് എപ്പോഴാണ് നടക്കുന്നതെന്ന് ഇങ്ങനെ നോക്കിയിരിക്കും, അല്ലെ ദൈവം നമ്മളോട് എന്തെങ്കിലും പറഞ്ഞിട്ട് നടക്കുന്നതെന്ന് നോക്കിയിരിക്കും. ഇതിൻ്റെ അകത്ത് ശമൂവേൽ അങ്ങനെ ചെയ്യുന്നില്ല. ദൈവം ഒരു കാര്യം പറഞ്ഞാൽ ശമൂവേൽ അത് പറയുന്നു. ദൈവം മെയ്ഡ് ഷുവർ ദാറ്റ് ഇറ്റ് ബിക്കെയിം ട്രൂ ആൻഡ് പ്രൂവൻ. So it was trustworthy. So write one thing that will help you to demonstrate reliability or trustworthiness in our life. സമയത്ത് വരുന്നത് ഒരു ട്രസ്റ്റ്വർത്തി. ഇപ്പം എന്നെക്കുറിച്ച് ഒരാൾ പറയുമ്പം ലീന എന്ന് പേര് കേൾക്കുമ്പം ഒലീനയോ പറയുന്നത് ചെയ്യത്തില്ല, അവളെ വിളിക്കണ്ട, അല്ലെ അവളെ ഇതിൻ്റെ അകത്ത് ഇൽപ്പെടണ്ട. നമ്മുടെ പേര് കേൾക്കുമ്പോൾ ആൾക്കാരുടെ മനസ്സിൽ എന്താണ് കടന്നു വരുന്നത്? ഹൗ ട്രസ്റ്റ്വർത്തി ആർ വി ടു അതേഴ്സ്? ആൻഡ് ഇഫ് ദർ ഇസ് എനിത്തിങ് ദാറ്റ് വി നീഡ് ടു കൈൻഡ് ഓഫ് നമ്മൾ തന്നെ ശോധന ചെയ്ത് മാറ്റിക്കളയേണ്ട എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ നമ്മൾ തന്നെ നല്ലതായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ വി ഹാവ് ടു. നമ്മളോടൊരു ഒരാൾ വന്നൊരു കാര്യം പറഞ്ഞു, ഇഫ് ഇറ്റ് ഈസ് മെയിൻറ്റെയിനിങ് കോൺഫിഡൻഷ്യാലിറ്റി, യു ഹാവ് ടു. വൺസ് യു ബ്രേക്ക് ദ ട്രസ്റ്റ്, ദെൻ പീപ്പിൾ ആർ നെവർ ഗോയിങ് ടു ട്രസ്റ്റ് യു. നിങ്ങളോടൊരു കാര്യം പ്രാർത്ഥിക്കാൻ പറഞ്ഞു, പക്ഷെ നമ്മളതിന് പ്രാർത്ഥിച്ചില്ലെങ്കിൽ ദേ ആർ നെവർ ഗോയിങ് ടു ട്രസ്റ്റ് us again. So there are certain areas in our life where people will start trusting us. So we have to develop that habit. I have 2 more points and I think so that'll be my time. The next one is chapter 12 verses 5. ഇവിടെ ശമൂവേലിൻ്റെ പുസ്തകം ഫുള്ള് വായിക്കുമ്പം ഏറ്റവും അവസാനം, ദിസ് ഈസ് വൺ ഓഫ് ഹിസ് ഫേവറൽ സ്പീച്ച്. ശമൂവേൽ തൻ്റെ ആ പ്രോഫറ്റ് എന്നുള്ള ഇത് മാറി രാജാവിനെയൊക്കെ അഭിഷേകം ചെയ്ത ശേഷം ഹീസ് ഗിവിങ് എ ഫേവറൽ സ്പീച്ച്. ഹീസ് ഹാൻഡിങ് ഓവർ ഹിസ് മിനിസ്ട്രി ടു സോൾ ദ കിങ്. And there is a fable speech and he is challenging the people of Israelites. He is challenging, ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ബ്രൈബ് വാങ്ങിച്ചിട്ടുണ്ടോ? Have I cheated anyone? He is asking a lot of challenging questions. And the people said, no, you were a wonderful prophet. So he had a living testimony. He was role modeling in front of everyone. ആർക്കും തന്നെ കുറിച്ചൊരു കുറ്റം പറയാൻ പറ്റാത്ത പോലെയായിരുന്നു ശമൂവേലിൻ്റെ ജീവിതം. ആമേൻ. ഇതിൻ്റെ അകത്ത് ശമൂവേൽ പറയുന്നുണ്ട്, മൈ ഹാൻഡ്സ് ആർ ക്ലീൻ. സോ ആസ് എൻ ആക്ടിവിറ്റി, if we can write one part of the body or one part of our life which needs cleaning, നമ്മുടെ കണ്ണ് ക്ലീൻ ആണോ, നമ്മുടെ കാത് ക്ലീൻ ആണോ, നമ്മുടെ കാല്, നമ്മൾ പോകുന്ന വഴികൾ ക്ലീൻ ആണോ, നമ്മുടെ ഹൃദയം ക്ലീൻ ആണോ, ഏത് ഏരിയയിലാണോ നമുക്കൊരു ക്ലെൻസിങ് വേണ്ടത്? എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ എൻ്റെ ഏത് മേഖലയിലാണ് എനിക്കൊരു ക്ലെൻസിങ് വേണ്ടത്. ലൈക്ക് ഐ സെഡ്, ദിസ് ഇസ് എ റിഫ്ലക്ഷൻ, റെസൊല്യൂഷൻ. സോ ഇഫ് വി ക്യാൻ റൈറ്റ്, എൻ്റെ ഈ ഏരിയയിൽ എനിക്കൊരു ഒരു ക്ലീനിങ് ആവശ്യമാണ്, ഗോഡ് വിൽ ഡെഫിനറ്റ്ലി മേക്ക് ഇറ്റ് ഹാപ്പൻ. ആമേൻ. ദ ലാസ്റ്റ് വൺ ഇസ് ചാപ്റ്റർ 12 verse 23. ആൻഡ് സാമുവേൽ സ്റ്റാർട്ട്സ്, ആസ് ഫോർ മീ ഐ വിൽ കണ്ടിന്യൂ ടു പ്രേ ഈവൻ ഇഫ് ദ പീപ്പിൾ ആർ സിന്നിങ്. ആമേൻ. ഞാൻ ഈ ലൈൻ വായിച്ചപ്പം ഇതുവരെ നമ്മൾ പ്രാർത്ഥിക്കാതിരിക്കും. പക്ഷേ ഇതിൻ്റെ അകത്ത് ശമൂവേൽ പറയുന്നത്, ഞാൻ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കാതിരുന്ന് ദൈവത്തോട് പാപം ചെയ്യത്തില്ലെന്ന്. അതിൻ്റെ അർത്ഥം നമ്മൾ പ്രാർത്ഥിക്കാതിരിക്കുന്നത് ഒരു പാപമാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയില്ലെങ്കിൽ അത് വലിയൊരു പാപമാണ്. എക്സ്പെഷ്യലി ഇതിൻ്റെ അകത്ത് പറയുന്ന ജനം പുരോഹിതന് നേരെ ഓരോന്നൊക്കെ ചെയ്തിട്ടും ഹീ ഈസ് പ്രേയിങ് ഫോർ ദം ബിക്കോസ് ഹീ ഡസൻറ്റ് വാണ്ട് ഗോഡ് ടു കൗണ്ട് ദാറ്റ് എ സിൻ. And he's saying, I will continue to pray for you. He had that spiritual sensitivity. He was burdened for the church. And he says, I will continue to teach you to do what is good and right. നിങ്ങൾ അനുസരിച്ചാലും ഇല്ലേലും I will still continue to teach you what is good and right. So the one thing what we can do here is write down name of one person that we would pray for the next year. ഈ അടുത്ത വർഷത്തിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരാൾ. ഇത് നമ്മൾ ചർച്ചിൽ പണ്ട് ചെയ്യുമായിരുന്നു. 31 ഡിസംബർ ആകുമ്പോൾ എല്ലാവരുടെയും പേരെഴുതി ഒരു ബൗളിൻ്റെ അകത്തിടും. എന്നിട്ട് നമ്മൾ ഓരോരുത്തരും ഒരു പേരെടുക്കും. ആരുടെ പേരാണോ നമുക്ക് കിട്ടുന്നത് ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പം നമ്മൾ ചുമ്മാ പറയും, ആ വ്യക്തിക്ക് ഈ വർഷം കിട്ടുന്ന അനുഗ്രഹമൊക്കെ മറ്റേ ആൾ പ്രാർത്ഥിക്കുന്നുകൊണ്ടാണ്. അപ്പോൾ അനുഗ്രഹമൊന്നും കിട്ടിയില്ലേ,
എടുത്തതാരോ പ്രാർത്ഥിക്കാത്ത ആളാണ്. സോ റൈറ്റ് ദ നെയിം ഓഫ് വൺ പേഴ്സൺ ദാറ്റ് യു വോണ്ട് ടു കണ്ടിന്യൂ ടു പ്രേ. മേ ബി ദാറ്റ് പേഴ്സൺ നീഡ്സ് എ ഡെലിവറൻസ്. ചിലപ്പോൾ ഇവിടെ ഇരിക്കുന്നതിൽ ഈ ഇപ്പം രാധിക സിസ്റ്ററിൻ്റെ പലരും പ്രാർത്ഥിച്ചിട്ട് കിട്ടാത്ത വിടുതലായിരിക്കും. ചിലപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമ്പം അതിൻ്റെ അകത്തൊരു ഡെലിവറൻസ് ഉണ്ടാകുന്നത്. യു നെവർ നോ ആ ഡെലിവറൻസ് എപ്പോഴാണ് ഹാപ്പൻ ചെയ്യുന്നതെന്ന്. യു ഡോണ്ട് ഹാവ് ടു ബ്രിങ് പ്രോഫറ്റസ്, യു ഡോണ്ട് ഹാവ് ടു ബ്രിങ് മിനിസ്റ്റേഴ്സ് ഹു ഹാവ് ഗോട്ട് ദാറ്റ് ഹീലിംഗ് ഗിഫ്റ്റ്. അതൊന്നും വേണ്ട. ചിലപ്പോൾ നമ്മുടെ ഒരു കൊച്ചു പ്രാർത്ഥന, God will give us the sense to understand the situation. നമ്മുടെ വർക്ക് പ്ലേസിലായിരിക്കാം, അല്ല എവിടെയെങ്കിലും ആയിരിക്കാം. പെട്ടെന്ന് നമുക്കൊന്ന് ചോദിച്ചാൽ മതി, can I pray for you? ആരും നോ എന്ന് പറയത്തില്ല. ആ ഒരു പ്രെയർ അവരെ ഡെലിവർ ചെയ്യും. ആമേൻ. സോ ലുക്കിംഗ് അറ്റ് ദ റിഫ്ലെക്ഷൻസ് ഫ്രം ദ ലൈഫ് ഓഫ് സാമുവൽ, ദിസ് ഈസ് വാട്ട് ഐ വാണ്ടഡ് ടു ആക്ച്വലി ഡിസ്കസ് ആക്ച്വലി വിത്ത് ദ ചിൽഡ്രൻ. ബട്ട് അലോങ് സൈഡ് ഇത് റിഫ്ലെക്റ്റ് ചെയ്തപ്പം ഐ വാസ് റിഫ്ലെക്റ്റിംഗ് ഓൺ മൈ സെൽഫ് ആസ് വെൽ. ലെറ്റ് ദിസ് ലൈഫ് ഓഫ് സാമുവൽ നമുക്ക് എല്ലാവർക്കും ഇതൊരു ടെസ്റ്റിമണി ആയിക്കോട്ടെ. ആൻഡ് മെയ് ഈ പുതിയ വർഷത്തിൽ ദൈവം ഈ റെസൊല്യൂഷൻ എല്ലാം ദൈവം അത് സഫലീകരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകളിൽ നിന്ന് നിൽപ്പിക്കുന്നു. വീണ്ടും എനിക്ക് അവസരം തന്ന പ്രിയ പാസ്റ്ററോടും സഭയോടും എൻ്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നതാണ്. Thank you, Sister Lena. Wow, that was really a good, engaging session. It was not really a group discussion, but a group reflection. And I hope all of you had a good reflection. And I hope you all keep that resolution as well in your life. Thank you, Sister. God bless you. Next, it's time for... Praise the Lord. കർത്താവിന് മഹത്വം. സഹോദരിമാരുടെ മീറ്റിംഗ് ആയതുകൊണ്ടായിരിക്കും ഞാൻ സ്തോത്രമൊന്നും പറയാതെ. ദൈവം നമ്മെ സഹായിക്കട്ടെ. എൻ്റെ പ്രോഗ്രാം അല്ല, പക്ഷേ പിള്ളേർ വരാൻ താമസിച്ചതുകൊണ്ടാണ് ഞാൻ പ്രസംഗിക്കുന്നില്ല. കാരണം നല്ല അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജുകൾ, തീപ്പൊരി പ്രസംഗം എന്നൊക്കെ പറയത്തില്ലേ, നമ്മൾ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനെപ്പോഴും പറയാറുള്ളത് പോലെ ഞാൻ ഒരു ടെസ്റ്റ് ബാറ്റ്സ്മാൻ്റെ രീതിയാണ്, ഭയങ്കര പരക്കിയേ പോവുള്ളൂ. അതുകൊണ്ട് തീപ്പൊരി അല്ല. 2020 ബാറ്റ്സ്മാൻമാരൊക്കെ നിങ്ങൾക്കറിയാം, അവർ ഭയങ്കര ആവേശം കൊള്ളിച്ചാണ്. അടുത്ത് 4 ആണെങ്കിൽ അടുത്തത് 6. പക്ഷേ നമ്മളിങ്ങനെ ടെസ്റ്റാണ്. പിന്നെ ടെസ്റ്റ് കളിക്കുന്നവർക്ക് ഒരു ഗുണമുണ്ട്. പെട്ടെന്ന്, പ്രത്യേകിച്ച് ഞാൻ രാഹുൽ ദ്രാവിഡിൻ്റെ നാട്ടുകാരനാണ്, കർണാടകക്കാരനാണ്. രാഹുൽ ദ്രാവിഡിനെ വിളിക്കുന്നത് തന്നെ ഇന്ത്യയുടെ വൻമതിൽ നിന്നാണ്. പെട്ടെന്നെങ്കിലും ഞങ്ങൾ സാധാരണ പറയാറുണ്ട്, ഈ ക്രീസിൽ നിന്നാൽ, എനിക്ക് ക്രിക്കറ്റ് ഇഷ്ടമുള്ളതുകൊണ്ടാണ്, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ ഈ ക്രീസിൽ നിന്നാൽ അവിടെ ഒരു കുഴി ഉണ്ടാക്കി, കുഴി കുത്തി അതിനകത്ത് വെള്ളം കാണുന്നതിന് വരെ അദ്ദേഹം അവിടെ നിൽക്കുമെന്ന്. ഉടനെ എങ്ങും ഔട്ടാകുകയില്ല എന്ന് പറയുന്ന പോലെ ഔട്ടാക്കാനൊക്കെ ആര് ശ്രമിച്ചാലും ഉടനെയൊന്നും ഞാനും ഔട്ടാകത്തില്ല. ഈ ഫീൽഡിലൊക്കെ തന്നെ കാണും. ദൈവം നമ്മെ സഹായിക്കട്ടെ. സഹോദരിമാരുടെ മീറ്റിംഗാണ്, അതുകൊണ്ട് സഹോദരിമാരോട് എന്ത് സംസാരിക്കണമെന്നൊന്നും എനിക്ക് വ്യക്തമായ ധാരണയില്ല. കാരണം നിങ്ങൾ സഹോദരിമാരായ 2 സഹോദരിമാർ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ദൈവവചനം സംസാരിച്ചു. അതൊക്കെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം. പ്രത്യേകിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും വന്ദനം പറയുന്നു. ഈ മീറ്റിംഗ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത നമ്മുടെ സഹോദരിമാർക്കൊക്കെ ഒരു വലിയ സല്യൂട്ട്. ദൈവം സഹായിക്കട്ടെ. ഇതിന് പുറകിൽ ഒരുപാട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തു. വിഷമിക്കൊന്നും വേണ്ട. ഒത്തിരി വലിയൊരു കൂട്ടമൊന്നും ഇല്ലെങ്കിലും നമ്മുടെ സഹോദരിമാരൊക്കെ മിക്കവാറും പേര് ഇവിടെ ഉണ്ട്. അവരെയൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു ചെറിയ പ്രവൃത്തിയും ദൈവം തുച്ഛീകരിക്കുന്നവനല്ല. അതെ, ചെറിയ പ്രവൃത്തികളെയൊക്കെ മാനിക്കുന്ന ഒരു ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. പ്രത്യേകിച്ച് കടന്നു വന്ന സഹോദരിമാർ, സിസ്റ്റർ ജെയിനി തോമസ്, അതുപോലെ തന്നെ മോള്, അതുപോലെ തന്നെ നമ്മുടെ സാം പാസ്റ്റർ, ലീന സിസ്റ്റർ, മോള്, അവരെയൊക്കെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സാം പാസ്റ്റർ കുടുംബം നമുക്ക് അവർ അതിഥികളൊന്നുമല്ല, നമ്മൾ പരിചിതരാണ്. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഇങ്ങനെ ഒരു അവസരം ദൈവം തന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവസാനം പാസ്റ്റർക്ക് ഒരു 5 മിനിറ്റ് മെസ്സേജ് ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ചോദിച്ചു, എനിക്ക് എത്ര സമയമുണ്ട്? എന്നോട് ആദ്യം പറഞ്ഞു 15 മിനിറ്റ്. ഞാൻ പറഞ്ഞു അത് പറ്റത്തില്ല. പിന്നെ പറഞ്ഞു 5 മിനിറ്റ്. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ എന്തായാലും എന്നോട് സമയം പറഞ്ഞിട്ടില്ല. ദൈവത്തിൻ്റെ കൃപയാൽ ഒരു കൊച്ചിൻ്റെ എന്നോട് പറഞ്ഞിങ്ങനെയാണ്, ഒരു കൊച്ചിൻ്റെ ഡ്രസ്സ് ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഞാൻ സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഉടനെ എങ്ങും ആ ഡ്രസ്സ് വരരുത്. അപ്പോൾ അത്രയും സമയം എനിക്ക് കിട്ടും. ദൈവം സഹായിക്കട്ടെ. അപ്പോൾ ഞാൻ ഒരു വാക്യമൊന്നും വായിച്ച് വലിയൊരു നീണ്ട പ്രസംഗം പ്രസംഗിക്കാനായിട്ടൊന്നുമല്ല. പ്രത്യേകിച്ച് നിങ്ങളോട്, സഹോദരിമാരോട് എന്ത് സംസാരിക്കണമെന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ സാധാരണ സഹോദരിമാരുടെ മീറ്റിങ്ങിലൊക്കെ നമ്മൾ കേൾക്കുന്ന ഒത്തിരി ക്യാരക്ടേഴ്സ് ഉണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഇന്ന് പകലിവിടെ നമ്മുടെ സഹോദരിമാരൊക്കെ പ്രസംഗിച്ചത്. അതുകൊണ്ട് തന്നെ ഞാനും അങ്ങനെ ഏതെങ്കിലും ഒരു പ്രത്യേക ഒരു സഹോദരിയുടെ പേരെടുത്ത് പറഞ്ഞു വേദപുസ്തകത്തിലെ ഒരു പ്രത്യേക ദൈവം ഉപയോഗിച്ച് ഏതെങ്കിലും ഒരു സ്ത്രീരത്നത്തിൻ്റെ പേര് പറഞ്ഞ് ആ ആളെ കുറിച്ച് പറയാനല്ല. കാരണം അങ്ങനെയുള്ള ആളുകളെയൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം.
എന്നാൽ വേദപുസ്തകത്തിൽ പേര് പറയാത്ത ആളുകളുണ്ട്. നമുക്കറിയാം. ഇതിന് ഇതിൻ്റെ ഈ ഫീഡ്ബാക്ക് ഒന്നും കട്ട് ചെയ്ത് തരാം, എനിക്ക് വേണ്ട. കാരണം അത് ഒരു എന്താ പറയുന്നത്, എക്കോ അടിക്കുന്ന വരുന്നു. പ്രൊയ്സലോ ശ്രദ്ധിച്ച്, നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ തിരുവചനം വായിക്കുമ്പോൾ കർത്താവ് ഉപയോഗിച്ച് ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ട സഹോദരിമാരുണ്ട്. അത് നമ്മളെന്നാ പറയുന്നത്, ഈ ദീപശിഖകൾ പോലെ വളരെ ശക്തമായിട്ട് പ്രകാശിച്ച ശോഭിച്ച സഹോദരിമാർ. അവരുടെയൊക്കെ ജീവിതം ഒത്തിരി പാഠങ്ങൾ, ഒത്തിരി നല്ല ആത്മീയ സന്ദേശങ്ങളൊക്കെ നമുക്ക് നൽകാറുണ്ട്. എന്നാൽ അപ്പോൾ തന്നെ കർത്താവ് ഉപയോഗിച്ച നമുക്കാർക്കും പേര് പോലും അറിയാത്ത സഹോദരിമാരുണ്ട്. പ്രൊയ്സലോ ഞാൻ ഒരു കാര്യം പറയാം. നമ്മളൊക്കെ റോഡിലൂടെ പോകുമ്പോൾ സ്ട്രീറ്റ് ലൈറ്റ്, രാത്രിയിൽ റോഡിലൂടെയൊക്കെ പോകുമ്പോൾ നമുക്കറിയാം സ്ട്രീറ്റ് ലൈറ്റ്, നമുക്കൊക്കെ അത് കാണാം, അതിൻ്റെ പ്രകാശം അനുഭവിക്കാം, അത് നല്ലതാണ്. എന്നാൽ ഞങ്ങളുടെ നാട്ടിൽ നിങ്ങൾക്ക് അത് നിങ്ങളുടെ നാട്ടിലൊക്കെ അതിനെ ആ പേരാണോ വിളിക്കുന്നത്, ഈ മെയ് മാസത്തിൽ പൂക്കുന്ന ഒരു പൂവുണ്ട്, അതിൻ്റെ പേര് ഞങ്ങൾ സുഗന്ധരാജൻ എന്നാണ് വിളിക്കുന്നത്. അതിന് ഇംഗ്ലീഷിൽ മെയ് റോസ് എന്നൊക്കെ പറയുന്നതാണ്. ഭയങ്കര അതിൻ്റെ ആ ചെടി അത് ഇച്ചിരി നന്നായിട്ട് വളരും. അതിൻ്റെ അടുത്തൂടെ പോയാൽ ഭയങ്കര അതിൻ്റെ ആ സൗരഭ്യം നമുക്ക് അനുഭവിക്കാൻ പറ്റും. പക്ഷേ അത് ഭയങ്കര ഒത്തിരി ഇലയുള്ള ഒരു ചെടിയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പൂക്കൾ ചിലപ്പോൾ കാണാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഇലയുടെ മറവിലിരുന്നായിരിക്കും അത് വിരിഞ്ഞിരിക്കുന്നത്. പക്ഷേ ആ ചെടി അവിടെ ഉണ്ടെങ്കിൽ, അതിൽ പൂ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, പൂ നമുക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിലും അതിൻ്റെ സൗരഭ്യം അതിൻ്റെ അടുത്തൂടെ പോകുന്നവർക്കൊക്കെ അനുഭവിക്കാൻ പറ്റും. ഇങ്ങനെയുള്ളതായ ക്യാരക്ടേഴ്സും വേദപുസ്തകത്തിലുണ്ട്. അവരുടെ പേരുകളൊന്നും കാണാൻ പറ്റുന്നില്ല. പക്ഷേ നമ്മൾ ആ അധ്യായം വായിക്കുമ്പോൾ അവരുടെ ജീവിതം, ആ അധ്യായത്തിൽ അവരുടെ ആ പ്രവൃത്തി പരത്തുന്ന സൗരഭ്യം നമുക്ക് അനുഭവിക്കാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. ഈ രണ്ട് ക്യാരക്ടേഴ്സും നല്ലത് തന്നെയാണ്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ദീപങ്ങളായിട്ട്, തീപ്പന്തങ്ങളായിട്ട് കത്തി ജ്വലിച്ച് പ്രകാശം പരത്തിയ ഒത്തിരി സഹോദരിമാരുണ്ട്. അതിൽ ചിലരുടെ പേരുകളൊക്കെ നമ്മളിവിടെ കേട്ടു. ഇപ്പോൾ നമ്മൾ രൂത്തിനെ കുറിച്ച് കേട്ടു, എസ്തേറിനെ നമുക്കറിയാം, ഹന്നയെക്കുറിച്ച് നമ്മൾ കേട്ടു, യേശു ക്രിസ്തുവിൻ്റെ അതേ മാതാവായ വിശുദ്ധ മറിയയെ നമുക്കറിയാം. അവരൊക്കെ വളരെ ശക്തമായിട്ട് നമ്മൾ എല്ലാവരും കാണത്തക്കവണ്ണം പ്രകാശം പരത്തിയവരാണ്. എന്നാൽ വേദപുസ്തകത്തിൽ മറഞ്ഞിരുന്ന് സൗരഭ്യം പരത്തിയ സഹോദരിമാരുണ്ട്. പക്ഷേ വേദപുസ്തകത്തിൻ്റെ താളുകളിൽ അവരുടെ പേരുകളില്ലെങ്കിലും ദൈവവചനം പറയുന്നത് രഹസ്യത്തിൽ കാണുന്ന പിതാവ് എല്ലാത്തിനും പ്രതിഫലം തരുന്നവനെന്നാണ്. ഹല്ലേലൂയ. നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും രഹസ്യത്തിൽ കാണുന്ന ഒരു പിതാവുണ്ട്. ഹല്ലേലൂയ. നമ്മൾ സാധാരണയൊക്കെ ഉപദേശിമാർ നമ്മളെ പേടിപ്പിച്ചേക്കുന്നത്, നമ്മളെന്തെങ്കിലും പാപം ചെയ്താൽ, നമ്മളെന്തെങ്കിലും തെറ്റ് ചെയ്താൽ ആരും കാണാത്ത ചെയ്യുന്നതൊക്കെ കർത്താവ് കാണും, ശിക്ഷിക്കും. അത് സത്യമാണ്. പക്ഷേ അപ്പോൾ തന്നെ ആരും അറിയാതെ, ആരും കാണാതെ നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ നിങ്ങൾ ദൈവസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, മറ്റാരും കാണാതെ കർത്താവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ അതേ പ്രവൃത്തികൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതും കാണുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. ഹല്ലേലൂയ. വിശുദ്ധ വേദപുസ്തകത്തിൽ അങ്ങനെയുള്ള ഒത്തിരി കഥാപാത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ എനിക്ക് വളരെ ആകർഷണീയമായി എന്നെ ആകർഷിച്ച ഒരു സഹോദരിയാണ് നയമാൻ എന്ന് പറയുന്നതായ ആരാം രാജാവിൻ്റെ സൈന്യാധിപൻ്റെ വീട്ടിൽ ജീവിച്ച ആ പെൺകുട്ടി. അവളൊരു അടിമ പെൺകുട്ടിയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ പെൺകുട്ടിയുടെ പേരറിയാവോ? ആ പെൺകുട്ടിയുടെ പേര് നമുക്ക് ആർക്കും അറിയത്തില്ല, കാരണം എഴുതിയിട്ടില്ല. വിശുദ്ധ വേദപുസ്തകത്തിൽ ബൈബിളിൻ്റെ താളുകളിൽ പരിശുദ്ധാത്മാവ് ആ പെൺകൊച്ചിൻ്റെ പേര് എഴുതിയില്ല. പക്ഷെ നിങ്ങൾ നോക്കിക്കേ, അവളൊരു അടിമ പെൺകുട്ടിയാണ്. അടിമ പെൺകുട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. അടിമയെന്ന് പറഞ്ഞാൽ അവൾക്ക് അടിമയ്ക്ക് അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അവൾക്ക് ഒരു വോയിസ് ഒരിടത്തും ഇല്ല. കാരണം നമ്മൾ സാധനം വീട്ടിൽ കടയിൽ പോയി ഒരു കോഴിയെയോ ഒരു ആടിനെയോ ഒരു കാളയോ ഒക്കെ മേടിക്കുന്നത് പോലെ കാശ് കൊടുത്ത് മേടിക്കുന്നതാണ്. സ്വന്തമായി ആഗ്രഹങ്ങളില്ല, സ്വന്തമായി ഇഷ്ടങ്ങളില്ല, സ്വന്തമായി ഒരു അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളുമില്ല, അങ്ങനെയൊന്നുമില്ല. ഒരുപക്ഷെ നയമാൻ അല്ലെങ്കിൽ ആരാം സൈന്യം യുദ്ധം ചെയ്തപ്പോൾ ഇസ്രായേലിനെ തോൽപ്പിച്ചപ്പോൾ അവിടുന്ന് പിടിച്ചുകൊണ്ട് പോയി അടിമയാക്കിയതായിരിക്കാം. പക്ഷേ ആ വീട്ടിൽ ആ പെൺകുട്ടി ഒരു അടിമ പെൺകുട്ടിയാണെങ്കിലും നയമാൻ അത് ആരാം രാജ്യത്തിൻ്റെ സൈന്യത്തിൻ്റെ സൈന്യാധിപനാണ്, വലിയ മനുഷ്യനാണ്. നമ്മുടെ ഇന്നത്തെ പട്ടാളത്തിലെ ഒരു മേജറോ അല്ലെങ്കിൽ കേണലോ എന്നൊക്കെ പറയുന്ന വലിയ പദവിയാണ്, സൈന്യാധിപനാണ്. അദ്ദേഹമാണ് സൈന്യം എവിടെ പോകണം, എങ്ങനെ യുദ്ധം ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്നത്. രാജാവ് കഴിഞ്ഞാൽ സൈന്യത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം മനുഷ്യനാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സൈന്യാധിപൻ്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന ഈ പെൺകുട്ടി, പക്ഷേ ആ പെൺകുട്ടിയുടെ സ്വാധീനം, ആ ഭവനത്തിലെ സ്വാധീനം അത് ഒരു ദിവസം കൊണ്ട് ഉണ്ടായി വന്നതല്ല. കാരണം അവൾ പറയുന്ന ഒരു വാക്ക് സൈന്യാധിപൻ കേൾക്കണമെങ്കിൽ, സൈന്യാധിപൻ ഓർഡർ ഇട്ടാൽ അവൻ്റെ കീഴിലുള്ള സൈന്യം മുഴുവൻ ആ സൈന്യാധിപൻ്റെ അധികാരത്തിൽ അവൻ പറയുന്ന വാക്ക് കേൾക്കും. പക്ഷേ
ഒരു അധികാരവുമില്ലാത്ത ഒരു അടിമ പെൺകുട്ടിയുടെ വാക്ക് ഒരു സൈന്യാധിപൻ അവൻ്റെ ഭാര്യയൊക്കെ കേൾക്കണമെങ്കിൽ ആ പെൺകുട്ടിയുടെ ജീവിതം, ആ കുടുംബത്തിൽ ഉണ്ടാക്കിയ സ്വാധീനം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. ഹല്ലേലൂയ. പേരവിടെ എഴുതപ്പെട്ടിട്ടില്ലെങ്കിലും ആ പെൺകുട്ടിയുടെ ജീവിതം എത്രമാത്രം ആ കുടുംബത്തെ സ്വാധീനിച്ചു. അതാ ഞാൻ പറഞ്ഞത്, മറഞ്ഞിരുന്ന് സൗരഭ്യം പരത്തുക എന്ന് പറയുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിലും ഈ പെൺകുട്ടിയുടെ ജീവിതം ഒരു വെല്ലുവിളിയാകണം, ഒരു ചലഞ്ചാകണം. ഹല്ലേലൂയ. നമ്മൾ ജോലി ചെയ്യുന്നിടത്ത്, നമ്മൾ ഇടപെടുന്നിടത്തൊക്കെ നമുക്ക് എത്രമാത്രം സ്വാധീനിക്കാൻ കഴിയുന്നുണ്ട് ആളുകളെ. ഹല്ലേലൂയ. നോക്കിയ സ്വാതന്ത്ര്യമില്ലാത്ത ഒരടിമ പെൺകുട്ടി. പ്രൈസലോ. നമുക്കൊക്കെ ചില സ്ഥലങ്ങളിൽ അധികാരങ്ങളുണ്ട്, മാനേജറായിട്ടോ അല്ലെങ്കിൽ എന്താ പറയുന്നത് അതിനേക്കാൾ നല്ല പൊസിഷനിലൊക്കെ ജോലി ചെയ്യുന്നവരൊക്കെ അപ്പോൾ നമുക്കൊക്കെ അധികാരമുണ്ട്. പക്ഷേ നിങ്ങളൊക്കെ ഒരു അധികാരവുമില്ലാത്ത, ഒരു പദവിയുമില്ലാത്ത ഒരു അടിമ പെങ്കൊച്ചിൻ്റെ വാക്കൊക്കെ ഒരു സൈന്യാധിപനും അവൻ്റെ വീട്ടിലുള്ളവരും കേൾക്കുക എന്നൊക്കെ പറയണമെങ്കിൽ അതിൻ്റെ പുറകിൽ അത് ഒറ്റ ദിവസം കൊണ്ടുണ്ടായതല്ല. അവളുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ അവളെ അവർ പഠിച്ചപ്പോൾ അവൾ വെറും വാക്ക് പറയുന്നവളല്ലെന്ന്, വെറും പൊട്ടത്തരം പറയുന്നവളല്ലെന്ന്, കാര്യമില്ലാത്ത കാര്യം സംസാരിക്കുന്നവളല്ലെന്ന് അവർക്ക് ബോധ്യമായതുകൊണ്ടല്ലേ. ഇസ്രായേലിൽ ഒരു പ്രവാചകനുണ്ട്. യജമാനൻ അവിടെ ചെന്നാൽ, ആ പ്രവാചകൻ്റെ അടുത്ത് ചെന്നാൽ ഈ കുഷ്ഠം മാറുമെന്ന് പറയുമ്പോൾ പ്രൈസലോ കെട്ടും പാണ്ടും എടുത്ത് അവർ പുറപ്പെടാൻ കാരണം ആ പെൺകുട്ടിയുടെ ജീവിതം അത്രമാത്രം ആ കുടുംബത്തിലുള്ളവരെ സ്വാധീനിച്ചിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം എത്ര പേരെ കർത്താവിലേക്ക് നയിക്കുവാൻ നമ്മുടെ ജീവിതം എത്ര പേരെ സ്വാധീനിക്കാറുണ്ട്. സഹോദരിമാരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, സഹോദരന്മാരുമായവരെ, ആ പെൺകുട്ടിയുടെ ജീവിതം നമുക്കൊരു വെല്ലുവിളിയാണ്. ഹല്ലേലൂയ. മറഞ്ഞിരുന്ന് കർത്താവിൻ്റെ മുൻപിൽ സൗരഭ്യം പരത്തുക. ഹല്ലേലൂയ. ഞാൻ പറയാം, ഈ ദൈവവചനം നമ്മൾ പഠിച്ചാൽ കർത്താവ് നമുക്കെല്ലാവർക്കും പ്രതിഫലം തരും, അല്ലേ? വെളിപ്പാട് പുസ്തകത്തിൽ അങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിൻ്റെ പ്രവൃത്തിയെ അറിയുന്നു, അല്ലേ, പ്രതിഫലം തരുമെന്നൊക്കെ. അപ്പം ദൈവസന്നിധിയിൽ ദൈവവചനം പഠിച്ചാൽ ഈ പ്രതിഫലമുള്ളത് നമ്മുടെ പദവിക്കല്ല. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പേരിനോ പ്രശസ്തിക്കോ ഒന്നുമല്ല ദൈവസന്നിധിയിൽ പ്രതിഫലമുള്ളത്. ഇവിടെ പേരുണ്ടായിരിക്കാം, ഇവിടെ പ്രശസ്തി ഉണ്ടായിരിക്കാം, ഇവിടെ പദവികളുണ്ടായിരിക്കാം. പക്ഷേ ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ നമ്മുടെ പദവി, പാസ്റ്റർ എന്നുള്ള പദവിക്ക് ദൈവം എനിക്ക് പ്രതിഫലം തരത്തില്ല. പ്രൈസ് ദി ലോർഡ്. സഭയുടെ സെക്രട്ടറി എന്നുള്ള പദവിക്ക് ദൈവം പ്രതിഫലം തരത്തില്ല. കോയറിൽ ലീഡ് ചെയ്യുന്ന ആളെന്നുള്ള പദവിക്കൊന്നും ദൈവം പ്രതിഫലം തരത്തില്ല. പക്ഷെ വചനം പറയുന്നത് എൻ്റെ പ്രവർത്തിക്ക് ദൈവം പ്രതിഫലം തരുമെന്ന്. ഹല്ലേലൂയ. ഇന്ന് പകൽ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പ്രവൃത്തിയെ അറിയുന്ന ദൈവമാണ് നമ്മൾ രഹസ്യത്തിൽ ചെയ്യുന്നത്. അപ്പം നോക്കിക്കേ, ആ സഹോദരിയുടെ ജീവിതം മാത്രമല്ല, പുതിയ നിയമത്തിൽ ആ സഹോദരിയുടെ പേരോ ഒരു മെൻഷനോ അവിടെ ഇല്ല. പക്ഷേ ഞാൻ വരികൾക്കിടയിൽ നിന്ന് പഠിച്ചെടുത്ത ഒരു സഹോദരി, നമുക്കെല്ലാവർക്കും അറിയാം, 5 അപ്പവും 2 മീനും കർത്താവ് വർദ്ധിപ്പിച്ച ആ സംഭവം അറിയാത്ത, അല്ലെങ്കിൽ ആ അത്ഭുതത്തെക്കുറിച്ച് അറിയാത്തവരാരുമില്ല. സൺഡേ സ്കൂൾ ക്ലാസ് മുതൽ നമ്മൾ കേൾക്കുന്നതാണ്. ആ 5 അപ്പവും 2 മീനും കർത്താവിൻ്റെ കയ്യിൽ എത്തിച്ചത് ആരാണ്? ഒരു ബാലകനാണ്. ബാലകൻ്റെ കയ്യിൽ അത് ഉണ്ടെന്ന് പറഞ്ഞത് ആരാണ്? അന്ത്രയോസാണ്, അല്ലേ? ആണോ? പ്രൈസ് ദി. നിങ്ങൾ ഏതാണ്ട് ആദ്യമായിട്ട് ഇത് സംഭവം കേൾക്കുന്ന പോലെ ഇരിക്കാതെ, പ്രൈസ് ദി. അപ്പം ആ സംഭവത്തിൽ ഞാൻ ചിന്തിച്ചൊരു കാര്യം, ഈ 5 അപ്പവും 2 മീനുമായിട്ട് ഈ ബാലകനെ യേശുവിൻ്റെ ഉപദേശം കേൾക്കാനായിട്ട് എന്തായാലും ബാലകൻ കുക്ക് ചെയ്യത്തില്ല. ബാലകൻ പോയിട്ട് നമ്മൾ വലിയൊരു പോലും ആണുങ്ങൾ ആരും അങ്ങനെ കുക്ക് ചെയ്യുന്ന ആണുങ്ങളുണ്ട്, അവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ സാധാരണ ഞാൻ കുക്ക് ചെയ്യാറൊക്കെ ഉണ്ട്, പക്ഷേ എൻ്റെ ഭാര്യയെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കുക്ക് ചെയ്യാൻ വലിയ മനസ്സൊന്നുമില്ല. കുക്ക് ചെയ്യാൻ മനസ്സില്ലെന്നല്ല, വിളമ്പി കഴിക്കാൻ തന്നെ വലിയ മനസ്സില്ല, വിളമ്പി തന്നാൽ കഴിക്കാമെന്നുള്ള ചിന്താഗതിയോടെ. അപ്പം അതാണ് സാധാരണ സഹോദരന്മാരുടെയൊക്കെ ആറ്റിറ്റ്യൂഡ്. അപ്പോൾ എന്തായാലും ഈ ബാലകനെ യേശു കർത്താവിൻ്റെ അടുത്തേക്ക് ഈ അപ്പവും മീനുമായിട്ട് ടിഫിൻ ബോക്സിൽ, ലഞ്ച് ബോക്സിലാക്കി, അല്ലെങ്കിൽ ഈ പൊതി കെട്ടി കൊടുത്തു വിട്ട ഒരു അമ്മ ആ ബാലകനുണ്ട്. പക്ഷേ ആ സഹോദരിയുടെ പേരോ ഒന്നും ഒരിടത്തും ആ അധ്യായത്തിലെങ്ങും നമുക്ക് കാണാൻ സാധിക്കില്ല. പക്ഷെ ഞാൻ ചിന്തിക്കുന്നത്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, യേശുവിൻ്റെ ഉപദേശം കേൾക്കാനായിട്ട് പാവപ്പെട്ട കുടുംബമാണ്. കാരണം യവത്തപ്പമാണ്. ഈ സാധാരണ ഈ യഹൂദന്മാരിൽ യവത്തപ്പൊക്കെ ഉപയോഗിക്കുന്ന വലിയ പൈസ ഉള്ളവരല്ല, പാവപ്പെട്ട ആളുകളാണ്. പ്രത്യേകിച്ച് യവം അതിന് അല്പം ഒരു ചെറിയ കമർപ്പൊക്കെ ഉള്ള ഒരു സാധനമാണ്. അപ്പോൾ അത് പാവപ്പെട്ടവരുടെ ആഹാര സാധനമാണ്. അപ്പോൾ ഒരു പാവപ്പെട്ട കുടുംബം, ആ കുടുംബത്തിൽ ഈ മകനെ യേശുവിൻ്റെ അടുത്തേക്ക് യേശുവിൻ്റെ വചനം കേൾക്കാനായിട്ട് പറഞ്ഞു വിട്ട ഒരമ്മ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ കുഞ്ഞുങ്ങളെ രാവിലെ 9 മണിക്ക് സൺഡേ സ്കൂളിൽ എത്തിക്കാൻ നമ്മൾ എത്രമാത്രം ബന്ധപ്പെടാറുണ്ട്. 8 മണി തുടങ്ങി വിളിക്കാൻ തുടങ്ങിയാൽ 9 മണിയാകുമ്പോഴത്തേനും ഒക്കെ ചിലപ്പോൾ 9, 9:15 അവരൊന്ന് റെഡിയായി വരും.
അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ആ കാലത്ത് ഇങ്ങനെയുള്ള യാതൊരു സംവിധാനങ്ങളും സൗകര്യങ്ങളും ഇല്ലാത്ത ആ കാലത്ത് യേശുവിൻ്റെ വചനം കേൾക്കാനായിട്ട് ഈ മകനെ പറഞ്ഞു വിടാൻ, അതും ആഹാരവും കൊടുത്ത് യേശുവിൻ്റെ അടുത്ത് പോയി ഇരുന്ന് നീ വചനം കേൾക്കണമെന്ന് പറഞ്ഞ് ഈ മകനെ ഉത്സാഹിപ്പിച്ച് പറഞ്ഞു കൊടുത്തു വിട്ട അമ്മയെക്കുറിച്ച് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളാരും ചിന്തിക്കാറില്ല. പക്ഷേ ആ കുഞ്ഞിനെ യേശുവിൻ്റെ അടുത്തേക്ക് ഈ ആഹാര സാധനമൊക്കെ പൊതി കൊട്ടി കൊടുത്തു വിട്ട ഒരമ്മ ആ കുഞ്ഞിൻ്റെ പുറകിലില്ലേ? ഹല്ലേലൂയ. ഞാൻ പറയുന്ന പ്രിയമുള്ളവരെ, കർത്താവ് അവിടെ അത്ഭുതം ചെയ്തു. ബാലകൻ്റെ കയ്യിലുള്ളത് 5 അപ്പവും 2 മീനുമാണ് കർത്താവ് വർദ്ധിപ്പിച്ചത്. പക്ഷേ ആ ബാലകൻ്റെ കയ്യിൽ 5 അപ്പവും മീനും കൊടുത്തു വിട്ട അമ്മയുടെ പ്രവൃത്തിയല്ലേ ശ്ലാഘനീയം? ഹല്ലേലൂയ. ഒരുപക്ഷെ ആരും ആ സഹോദരിയെ കാണുന്നില്ലെങ്കിലും വേദപുസ്തകത്തിൻ്റെ താളുകളിലൊന്നും ആ സഹോദരിയെ എഴുതി അതേ പറഞ്ഞ പ്രവൃത്തിയൊന്നും എഴുതപ്പെട്ടിട്ടില്ലെങ്കിലും പ്രൈസ് ദി ലോർഡ്, നിത്യതയിൽ ചെല്ലുമ്പോൾ അവിടെ അതെ തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നത് ആ സഹോദരിയുടെ ആ അധ്വാനം, കഠിനാധ്വാനം, അല്ലെങ്കിൽ മോനെ കർത്താവിൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടുവാനുള്ള ആ താല്പര്യം, അത് മാത്രമല്ല, നിങ്ങൾ ശ്രദ്ധിച്ചേ, അന്ത്രയോസാണ് ബാലകൻ്റെ കയ്യിൽ അപ്പവും മീനും ഉള്ള കാര്യം പറയുന്നത്. അപ്പോൾ അന്ത്രയോസ് എങ്ങനെ അറിഞ്ഞു? അന്ത്രയോസിന് ആര് പറഞ്ഞു കാണും? ബാലകൻ പറഞ്ഞു കാണും. എൻ്റെ കയ്യിൽ പ്രൈസ് പാസ്റ്ററെ, യേശുവിൻ്റെ ശിഷ്യന്മാരാണല്ലോ പാസ്റ്റർമാരെന്ന് തന്നെ നമുക്ക് വിളിക്കാം. പാസ്റ്റർ, എൻ്റെ കയ്യിൽ 2 അപ്പവും 5 അപ്പവും 2 മീനും ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ നമ്മളൊക്കെ സാധാരണ അന്ത്രയോസിൻ്റെ സ്ഥാനത്ത് തന്നെ ഞാനായിരുന്നു പറഞ്ഞാൽ മിണ്ടണ്ട, യോഗം കഴിഞ്ഞ് നമുക്ക് 2 പേർക്കും കൂടെ ഷെയർ ചെയ്ത് എന്ത് ചെയ്തേക്കാം, കഴിച്ചേക്കാം. കാരണം ഇതിപ്പം മിണ്ടാൻ പോയാൽ മറ്റേ അവന്മാർ എന്തായാലും ഇവർക്ക് എല്ലാവർക്കും തികയില്ല, മറ്റേ 11 അവന്മാരുണ്ട്, അവരും ചാടി വരും. അപ്പോൾ അതുകൊണ്ട് നീ മിണ്ടണ്ട. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ച്, തൻ്റെ കയ്യിലുള്ളത്, ഞാൻ ഇവിടെ വരുമ്പോഴൊക്കെ കുഞ്ഞുങ്ങൾ എന്തെങ്കിലുമൊക്കെ സാധനം കൊണ്ടുവരുമ്പോൾ ചിലപ്പോൾ അവരോട് ചോദിക്കാറുണ്ട്. ഇന്ന് രാവിലെ ഒരാൾ വന്നപ്പോൾ ചിപ്സുമായിട്ട് വന്നു, ഒരു പാക്കറ്റിനകത്ത് ചിപ്സുമായിട്ട്. ഞാൻ പറഞ്ഞു, എനിക്ക് 2 താടി ചുമ്മാ കഴിഞ്ഞു. നോ, ദിസ് ഈസ് ഫോർ മീ. പ്രൈസ് ദി ലോർഡ്. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ച്, അത് കുഞ്ഞുങ്ങളായിട്ടാണ്. പക്ഷേ ഈ ബാലകൻ അത്ര കുഞ്ഞല്ല, ഒരു 10-11 വയസ്സോ 10-12 വയസ്സോ. പക്ഷേ തൻ്റെ കയ്യിലുള്ളത് അത് മറ്റുള്ളവർക്ക് കൊടുക്കുക. എനിക്ക് എൻ്റെ അമ്മ തന്നു വിട്ടതാണ്. അത് പ്രത്യേകിച്ച് 3 ദിവസമായി ആഹാരമൊന്നും ഇല്ലാതെയാണ് ഈ കുത്തിയിരിപ്പിരിക്കുന്നത്. പക്ഷേ തൻ്റെ കയ്യിലുള്ളത് അത് യേശുവിൻ്റെ കയ്യിൽ കൊടുക്കുക, അല്ലെങ്കിൽ ഷെയർ ചെയ്യുക എന്നുള്ളത്, ആ ഒരു ചിന്ത അല്ലെങ്കിൽ ആ ഒരു സ്വഭാവവും ഒരു പക്ഷേ ഈ മാതാവിൽ നിന്നായിരിക്കത്തില്ലേ ഈ മകൻ പഠിച്ചത്. അപ്പോൾ പ്രിയമുള്ളവരെ, ഞാൻ പറയാൻ വന്നത്, ഞാൻ ആരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ പേരൊന്നും വേദപുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടില്ല. ആ സഹോദരി എവിടെയും ആരാലും ഇന്ന് വരെ പ്രസംഗിക്കപ്പെട്ടതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, നിത്യതയിൽ ഒരു പ്രതിഫലം തീർച്ചയായിട്ടും ദൈവം കരുതിയിട്ടുണ്ട്. നമ്മളുടെ അതേ പ്രവൃത്തികൾ കാണുന്ന ഒരു ദൈവം, നമ്മൾ മറഞ്ഞിരുന്ന് പ്രവർത്തിക്കുന്ന കർത്താവിന് വേണ്ടി ചെയ്യുന്ന സഹോദരിമാരെ, ഞാൻ ഒരു കാര്യം നിങ്ങളെ എൻകറേജ് ചെയ്യാൻ പറയാം. നിങ്ങൾ സഹോദരിമാരാണ് ദൈവസഭയുടെ നട്ടെല്ലെന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. കാരണം പ്രാർത്ഥിക്കാൻ ദൈവം ഏറ്റവും അധികം, സഹോദരന്മാർ പ്രാർത്ഥിക്കത്തില്ലെന്ന് ചോദിച്ചാൽ പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ സഹോദരന്മാരെക്കാളൊക്കെ അധികം പ്രാർത്ഥിക്കാൻ, ജാഗരിച്ചിരുന്ന് പ്രാർത്ഥിക്കാനൊക്കെ കഴിയുന്ന സഹോദരിമാർക്കാണ്. കർത്താവ് എല്ലാ കാര്യങ്ങളും പ്രധാനമായ കാര്യങ്ങളൊക്കെ ആദ്യം ഏൽപ്പിച്ചത് ആരെയാണ്? വലിയ വലിയ ദൗത്യങ്ങളൊക്കെ ഏൽപ്പിച്ചത് ആരെയാണ്? പറഞ്ഞേ, നിങ്ങളെക്കുറിച്ചല്ലേ പറയുന്നത്? സഹോദരിമാരെ നിങ്ങൾ പറഞ്ഞേ, സന്തോഷം. സഹോദരിമാരെയാണ് ഏൽപ്പിച്ചത്. ശ്രദ്ധിച്ചേ, വേദപുസ്തകത്തിൽ നമ്മൾ കാണുമ്പോൾ എല്ലായിടത്തും യേശുവിൻ്റെ പ്രവൃത്തികളുടെ എല്ലായിടത്തും ഒരു സ്ത്രീ സാന്നിധ്യം, ഒരു സഹോദരിയുടെ സാന്നിധ്യമുണ്ട്, ഇല്ലേ? കാനാവിലെ ആദ്യത്തെ കർത്താവിൻ്റെ അത്ഭുതം നിങ്ങൾ ശ്രദ്ധിച്ച്, അവിടെ ഒരു സ്ത്രീ സാന്നിധ്യമുണ്ട്. തെറ്റിദ്ധരിക്കരുത്, മറ്റ് സമുദായ സഭകളൊക്കെ പറയുന്ന പോലെ അങ്ങനെ ഒരു മധ്യസ്ഥത അണച്ചതുകൊണ്ടൊന്നുമല്ല യേശു എന്ത് ചെയ്തത്, വെള്ളം വീഞ്ഞാക്കിയത്. പക്ഷേ അവിടെ ഒരു സഹോദരിയുടെ സാന്നിധ്യമുണ്ട്. ഇനി അവിടെ മാത്രമല്ല, കർത്താവിൻ്റെ സുവിശേഷീകരണത്തിലൊക്കെ കർത്താവ് ഉയർത്തെഴുന്നേറ്റിട്ടും ആദ്യം ആർക്കാണ് പ്രത്യക്ഷപ്പെട്ടത്? ഒരു സഹോദരിക്കാണ്, മറിയ എന്ന സഹോദരിക്കാണ്. പ്രൈസ് ദി ലോർഡ്. കാരണം മറ്റ് അപ്പസ്തോലന്മാരെല്ലാം ഉണ്ട്, അവർക്ക് ആർക്കും പ്രത്യക്ഷപ്പെടാതെ. അത് മാത്രമല്ല, കർത്താവ് വ്യക്തിപരമായിട്ട് സുവിശേഷം പറയുമ്പോഴും കർത്താവ് തിരഞ്ഞെടുത്ത്, നമുക്കറിയാം കർത്താവ് പോയി സംസാരിക്കുന്നത് ഒരു ശമരിയ സ്ത്രീയോടാണ്. ഞാൻ ഈ ശമരിയയെക്കുറിച്ചും ശമരിയയുടെ ചരിത്രമൊക്കെ പഠിക്കുമ്പോൾ ഈ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം, യഹൂദന്മാർ പ്രത്യേകിച്ച് യഹൂദ റബിമാർ സ്ത്രീകളോടൊന്നും അധികം സംസാരിക്കുന്നവരല്ല. സ്ത്രീകളോട് സംസാരിക്കുന്നവരെന്ന് മാത്രമല്ല, പ്രത്യേകിച്ച് ശമരിയ സ്ത്രീകളാണെങ്കിൽ അവർ ഒട്ടും സംസാരിക്കാറില്ല. പക്ഷേ കർത്താവ് ആ ശമരിയ സ്ത്രീയോട് ഇടപെടുന്നു. ആ കാലഘട്ടത്തിൽ ശമരിയരുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത സമയത്ത് യഹൂദ റബിമാർ സ്ത്രീകൾക്ക് യാതൊരു വിധമായ പരിഗണനകളുമില്ലാത്തൊരു സമയമാണ്. ആ കാലത്ത് മാത്രമല്ല, ഒരു കാലത്തും സ്ത്രീകൾക്ക് വലിയ പരിഗണനയൊന്നുമില്ല. പുതിയ നിയമ കാലഘട്ടത്തിൽ പ്രൈസ് ദി ലോർഡ്, ഇന്ന് കൃപയാൽ നമ്മളൊക്കെ ആയിരിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് സഹോദരിമാർക്കൊക്കെ അല്ലേ?
നിങ്ങളുടെ ഒരു നമ്മുടെ കേരളത്തിലെ അവസ്ഥ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കി. ഇപ്പോഴൊന്നുമല്ല, ഒരു 10, 50 അല്ലെങ്കിൽ 60 ഒരു വർഷം മുമ്പത്തെ കാര്യം അത് ചരിത്രമൊക്കെ, കേരളത്തിലെ ചരിത്രമൊക്കെ നിങ്ങൾ ചിന്തിച്ച് സഹോദരിമാർക്ക് എന്ത് പരിഗണനയായിരുന്നു ഉണ്ടായിരുന്നേ? ഹലോ, നിങ്ങളാരും കണ്ടിട്ടും കേട്ടിട്ടൊന്നുമില്ലേ? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ആർട്ടിക്കൽ വായിക്കുകയായിരുന്നു. അദ്ദേഹം ആർട്ടിക്കൽ വായിച്ചപ്പോൾ അതിനകത്ത് വേറൊരു സംഭവത്തെക്കുറിച്ചാണ്. അപ്പോൾ അദ്ദേഹം എഴുതിയത് അദ്ദേഹത്തിൻ്റെ അപ്പൻ വിവാഹം കഴിച്ചതിനെക്കുറിച്ച് എഴുതുന്നത്. അപ്പോൾ എഴുതിയപ്പോൾ പറയുന്നത്, ആദ്യമായിട്ട് അപ്പനും അമ്മയും തമ്മിൽ കാണുന്നത് പള്ളിയിൽ വെച്ചാണ്. കല്യാണത്തിന് ആദ്യമായിട്ട് കാണുന്നത് തന്നെ പള്ളിയിൽ വെച്ചാണ്. അപ്പോൾ ശ്രദ്ധിച്ച്, അപ്പോൾ പിന്നെ എങ്ങനെ കല്യാണം ഉണ്ടായെന്ന് വെച്ചാൽ, കല്യാണം കഴിക്കാൻ വന്ന ആ ചെറുക്കൻ്റെ അപ്പനും അമ്മയും കൂടെ പോയി പെണ്ണിൻ്റെ വീട്ടിൽ ചെന്നു, അല്ലെങ്കിൽ പെണ്ണിൻ്റെ വീട്ടുകാർ കൂടി അവർ ഉറപ്പിച്ചു കഴിഞ്ഞ് കല്യാണം കഴിക്കുകയാണ്. മാത്രമല്ല, ഞാൻ പറഞ്ഞു 60 70 വർഷം മുമ്പൊക്കെ നമ്മുടെ നാട്ടിൽ സ്ത്രീകൾക്കുള്ള പരിഗണന എന്നൊക്കെ പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു കാർന്നൂര് കാണും, അദ്ദേഹം ഇങ്ങനെ അന്ന് ഈ എന്താ പറയുന്നത് വറാണ്ട ഉമ്മറോ എന്നൊക്കെ പറയുന്ന അവിടെ ഇങ്ങനെ കസേരയിലല്ലേ ഇരിക്കുവാണെങ്കിൽ, സഹോദരിമാരൊക്കെ വരുവാണെങ്കിൽ നേരെ കയറി വരുവാണെങ്കിലും അവർ നേരെ ഫ്രണ്ട് ഡോറിൽ കൂടെ വരരുത്, പുറകുവശത്തൂടെ എന്ത് ചെയ്തോണം, അടുക്കള വാതിൽ, അങ്ങനെയല്ലേ? ഹലോ, നിങ്ങളാരും കേട്ടിട്ടും കണ്ടിട്ടൊന്നുമില്ലേ? മുന്നിൽ അപ്പച്ചനിരിക്കുവാണെങ്കിൽ എന്ത് ചെയ്തോണം, പുറകിൽ കൂടെ. അപ്പോൾ ഒരു പരിഗണന ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ കർത്താവ് സഹോദരിമാരെ പരിഗണിച്ച പരിഗണനകൾ നിങ്ങൾ ശ്രദ്ധിച്ച്, ശുശ്രൂഷയിലെല്ലാം സഹോദരിമാരെ കർത്താവ് ഒപ്പം ചേർത്തിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതാണ് ഞാൻ പറഞ്ഞത്, ഉയർത്തെഴുന്നേൽപ്പിൽ യേശു ആദ്യം ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ് ഉത്തിതനായ കർത്താവ് ആദ്യം പ്രത്യക്ഷനായത് ഒരു സഹോദരിക്കാണ്. ഞാൻ ആരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ ശമരിയ സ്ത്രീയുടെ അടുത്തേക്ക് ഒരു യഹൂദ അറബിമാരും സ്ത്രീകളോട് സംസാരിക്കാറില്ല. പ്രത്യേകിച്ച് ശമര്യരുമായിട്ട് യാതൊരു ബന്ധവും പുലർത്താത്ത സമയത്താണ് കർത്താവ് അങ്ങോട്ട് കടന്നു ചെല്ലുന്നതും അവൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്നതും അവളെ കാണുന്നതും അവളോട് കർത്താവ് സുവിശേഷം പറയുന്നതും. അവിടെ മാത്രമല്ല, എല്ലായിടത്തും കർത്താവിൻ്റെ ആ രീതികൾ അങ്ങനെ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ സഹോദരിമാരെ, ദൈവം ഒരു വലിയ ദൗത്യം നിങ്ങളെല്ലാവരെയും ഏൽപ്പിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആരംഭത്തിൽ ഓർപ്പിച്ചു ഒരു കാര്യം ഒരിക്കൽ കൂടെ പറയാം, സഹോദരിമാരാണ് ദൈവസഭയുടെ നട്ടെല്ല്. ഹല്ലേലൂയ. ഒരു സമൂഹം, അത് ഏതൊരു സമൂഹമാണെങ്കിലും ശക്തമായിട്ട് മുന്നേറിയിട്ടുണ്ടെങ്കിൽ അവിടെ സഹോദരിമാർ ബോൾഡായിട്ടുള്ളത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദൈവസഭയും അങ്ങനെ തന്നെയാണ്. ദൈവസഭയുടെ നട്ടെല്ല് നിങ്ങളാണ്. നിങ്ങൾ അത് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുമ്പോൾ, അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി നിൽക്കാൻ തീരുമാനിക്കുമ്പോൾ ഒരു കുടുംബമാണ് കർത്താവിന് വേണ്ടി നിൽക്കുന്നത്. അപ്പോൾ ദൈവം നിങ്ങളെ ആ ദൗത്യം ഏൽപ്പിച്ചിരിക്കുകയാണ്. നമ്മൾ രാവിലെയൊക്കെ രൂത്തിനെ കുറിച്ച് കേട്ടു. പ്രൈസ് ദി ലോർഡ്. നമ്മളിപ്പോൾ ഹന്നായെക്കുറിച്ച് കേട്ടു. നിങ്ങൾ നോക്കിക്കേ, തലമുറകളൊക്കെ പുരോഹിതൻ്റെ തലമുറകൾ പോലും നഷ്ടപ്പെട്ടു പോകുമ്പോൾ പ്രാർത്ഥിച്ച ഒരു മാതാവിൻ്റെ തലമുറ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന സംഭവത്തെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഒരുപക്ഷെ നിങ്ങളുടെ പേരാരും ഒരിടത്തും മെൻഷൻ ചെയ്യുന്നില്ലെങ്കിലും, നിങ്ങൾ ചെയ്തൊന്നും ആരും കാണുന്നില്ലെങ്കിലും, മറഞ്ഞിരുന്ന് സൗരഭ്യം പരത്തുവാൻ ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. എനിക്ക് തോന്നുന്നു അവിടെ ഏതാണ്ട് കാര്യങ്ങളൊക്കെ റെഡിയായെന്ന് തോന്നുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും, രഹസ്യത്തിൽ ചെയ്യുന്ന സകല പ്രവൃത്തികളും കാണുന്ന ഒരു ദൈവമുണ്ട്. ആ കർത്താവ് നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിക്കും പ്രതിഫലം തരും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, ദൈവസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമ്മുടെ ഒരു ചെയിൻ ഫാസ്റ്റിംഗ് പ്രെയർ നടക്കുന്നുണ്ട്. ഒരു വർഷമായിട്ട്, ഒരു മാസത്തിന് വേണ്ടി നമ്മൾ തുടങ്ങിയതാണ്. കൃപയാൽ അത് ഒരു വർഷമായിട്ട് എനിക്ക് ചില സഹോദരിമാർ അറിയാം, കൃത്യമായിട്ട് അവർ പ്രാർത്ഥിക്കുന്നത്. അത് കാണുമ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ അലിൻ്റെ മമ്മി സാക്ഷി പറഞ്ഞപ്പോൾ പറഞ്ഞു, നമ്മൾ പ്രാർത്ഥിച്ച വിഷയങ്ങളെല്ലാം ദൈവം മറുപടി. പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, അതിൻ്റെയൊക്കെ പുറകിൽ പ്രാർത്ഥിക്കുന്ന ചിലർ ഉണ്ട്, ജാഗരിച്ച് പ്രാർത്ഥിക്കുന്ന ചിലരുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടെ നിങ്ങളോട് പറയാം, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ അത് ഒരുപക്ഷെ പേരില്ലാതെ അറിയപ്പെടാത്തവരായിട്ടിരുന്നായിരിക്കാം നിങ്ങൾ ചെയ്യുന്നത്. പക്ഷേ ഞാൻ ആരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ ഇലയുടെ മറവിലിരുന്ന് സൗരഭ്യം പരത്തുന്ന ആ പുഷ്പങ്ങളെപ്പോലെ ആരും കാണാതെ മറഞ്ഞിരുന്ന് പ്രവർത്തിക്കുവാൻ, കർത്താവിന് വേണ്ടി സൗരഭ്യം പരത്തുവാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ഒരിക്കൽ കൂടെ ഞാൻ നിങ്ങളെല്ലാവരെയും എൻകറേജ് ചെയ്യുന്നു. ആരും നിങ്ങളെ എൻകറേജ് ചെയ്തില്ലെങ്കിലും, ആരും നിങ്ങളെ വേണ്ടതുപോലെ പ്രോത്സാഹനം തന്നില്ലെങ്കിലും, നല്ല വാക്ക് പറഞ്ഞില്ലെങ്കിലും, കർത്താവിന് വേണ്ടി ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണെങ്കിൽ ഒരു കാര്യത്തിലും മടുത്തു പോകരുത്. ധൈര്യത്തോടെ ചെയ്യുന്നത്, പിന്നെയും സന്തോഷത്തോടെ ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. പ്രതിഫലം തരുന്ന ഒരു കർത്താവുണ്ട്. നമ്മുടെ ഫിലിപ്പി ലേഖനത്തിൽ നമ്മൾ അങ്ങനെയാണ് വായിക്കുന്നത്, നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കും. പ്രൈസ് ദി ലോർഡ്. വിശ്വാസമുള്ള ദൈവമക്കൾ ആ വാക്യം അങ്ങനെ തന്നെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കും. അതുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികൾ, കർത്താവിന് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികൾ ഇനിയും ഉത്സാഹത്തോടെ സന്തോഷത്തോടെ ചെയ്യാൻ ഞാൻ നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടെ എൻകറേജ് ചെയ്യുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ.
ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. Round of applause for their efforts. Yeah. And I would like to thank Blessed Chechi for coordinating this, because it's not easy to teach kids, and all the parents for encouraging the kids to participate. Thank you all. Now we'll take a moment to express our gratitude. Gratitude to God, our guest speakers, our coordinators, and all the ladies who are present, all the men as well who supported us. So I'd welcome Sister Sheila to do a vote of thanks. Praise the Lord. It gives me a great joy and honor to stand before you to express a heartfelt gratitude at the close of this Blessed Ladies Conference. First and foremost, we thank our Almighty God for His wonderful presence and guidance throughout this program. It is only by His grace that everything went smoothly and beautifully. A special word of thanks to our dear guest speakers, Sister Janie Thomas and Sister Lena Sam, for the inspiring and uplifting messages you shared with us. പ്രൈസ് ദി ലോർഡ്. You are നമുക്കെല്ലാവർക്കും ദൈവത്തിൻ്റെ സ്നേഹത്തിൽ എണീച്ച് നിൽക്കാം. നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് നമ്മെ തന്നെ ഒരു നിമിഷം സമയമെടുക്കാം. ഈ ഇന്നത്തെ നമ്മളിവിടെ ഈ സഭ ആഗ്രഹിച്ചതുപോലെ ലേഡീസിൻ്റെ കോൺഫറൻസ് ഏറ്റവും ഭംഗിയായി നടക്കുവാൻ കൃപ ചെയ്തല്ലോ. ഞാനവിടെ ശ്രദ്ധിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളടക്കം അതിനകത്ത് നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. വരും തലമുറയെയും കൂടെ നിങ്ങൾ ഒരുമിച്ച് അതിനകത്ത് പങ്കെടുപ്പിച്ച് കുറച്ച് സ്തോത്രം ചെയ്യുന്ന ഈ പ്രോഗ്രാം ഏറ്റവും അനുഗ്രഹമായി നടക്കുവാൻ കൃപ ചെയ്തല്ലോ. പ്രത്യേകാൽ വചന സൃഷ്ടി ദൈവദാസിമാർക്കായി സ്തോത്രം ചെയ്യാം. തുറന്ന് ഇവിടെ നടക്കുന്ന ഈ ലേഡീസ് സഹോദരിമാർ മൂലമുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഏറ്റവും അനുഗ്രഹമായി തീരാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ സഭ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതനുസരിച്ച് കർത്താവേ, ലേഡീസ് കോൺഫറൻസായി ഇന്ന് കർത്താവിന് കൂടി വരുവാൻ കർത്താവ് ഒരുക്കിയ വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഞങ്ങളെ വീണ്ടെടുത്ത ഞങ്ങളുടെ കർത്താവിനെ ഹല്ലേലൂയ സ്തുതിക്കുവാൻ, കർത്താവെ അങ്ങയുടെ നാമത്തിൽ നിൽപ്പാൻ, കർത്താവെ ഈ സഭയിൽ സഹോദരിമാർക്ക് കൊടുക്കുന്ന കർത്താവ് നല്ല ദർശനത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ ഹല്ലേലൂയ. ഞങ്ങളെ വീണ്ടെടുത്തത് വ്യർത്ഥവും പ്രതിപാരമ്യമുള്ള ഞങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളുണ്ട് അല്ലല്ലോ കർത്താവെ. ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളവുമായ കുഞ്ഞാടിൻ്റെ വിലയേറെ രക്തം കൊണ്ടായിരിക്കും ആ സ്തോത്രം. കർത്താവ്, ഞങ്ങളെ കർത്താവെ വീണ്ടെടുത്ത ഞങ്ങളുടെ കർത്താവിനെ പ്രസാദിപ്പിച്ച് ജീവിപ്പാൻ ഓരോരുത്തരെയും കർത്താവ് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ സഭയിലെ എല്ലാ സഹോദരിമാർക്കായി സ്തോത്രം, എല്ലാ കുടുംബങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വരും കാലങ്ങളിൽ കർത്താവെ അങ്ങ് ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ കർത്താവ് ഇവർക്ക് കർത്താവിന് വേണ്ടി ആദ്യമേ പ്രയോജനപ്പെടുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ ദേവദാസനും കുടുംബത്തിനായി സ്തോത്രം ചെയ്യുന്നു. നേതൃത്വം കൊടുക്കുന്ന എല്ലാ ദേവദാസന്മാർക്കായി സ്തോത്രം, നിന്റെ മക്കളെ അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം, ദൈവം അവരെയും അനുഗ്രഹിക്കണമേ. ഈ സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളും കർത്താവ് അനുഗ്രഹിക്കും മാനിക്കുകയും ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ കേൾക്കപ്പെട്ട നല്ല വചനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, കർത്താവിന് വേണ്ടി നിൽപ്പാൻ എല്ലാവരെയും സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കർത്താവ് ഇപ്പോൾ പിരിയാത്ത ദൈവത്തിൻ്റെ കൃപയും സാന്നിധ്യത്തോടു കൂടി ഇരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗം ഞങ്ങളുടെ പ്രാർത്ഥന ഞങ്ങളുടെ നന്ദി പറയുന്നു യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും നമ്മെ ഇതിന് ദൂർമാസം വഴിയെടുത്ത പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂട്ടായ്മയും ഈ സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളും മേലും പ്രത്യേകാൽ സഹോദരിമാരുടെ എല്ലാ പ്രവർത്തനങ്ങളും മേലും കർത്താവ് വരുവോളം ഇന്ന് വരെ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഈ പ്രോഗ്രാമിന് ഇത്രത്തോളം കർത്താവ് ജയമായി തന്ന ഓർമ്മ എല്ലാവരുടെയും കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.